അവരെ സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് ആത്മവിശ്വാസം പകരുകയും ചെയ്യുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന നമ്മുടെ കോളേജിലെ ഇന്നൊവേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെല്ലിന്റെ അധ്യക്ഷതയിൽ നടന്നു വരുന്ന ഈ ഒരു സ്കിൽ ഷെയർ വീക്കിന്റെ 3ാമത്തെ ദിവസത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ 2 ദിവസത്തെ പ്രോഗ്രാമുകളും നല്ല വിജയകരമായ രീതിയിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതിന് ആദ്യമായി ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ഇന്നത്തെ ദിവസം നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള നമ്മുടെ വിശിഷ്ടാതിഥിയും നമ്മുടെ കോളേജിന്റെ അക്കാദമിക് കമ്മിറ്റി ചെയർമാനുമായ പ്രൊഫസർ വി കെ ബേബി സാറ് അദ്ദേഹത്തിന് ധാരാളം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് കൂടി നമ്മുടെ പരിപാടിയുടെ പരിപൂർണ വിജയത്തിന് വേണ്ടി നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അതിന് സാറിനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമിന്റെ വിജയത്തിന് വേണ്ടി നമ്മുടെ കൂടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള നമ്മുടെ ബഹുമാന്യനായ പ്രിൻസിപ്പൽ സാർ ഡോക്ടർ അജിംസ് പി മുഹമ്മദ് സാർ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ സെക്രട്ടറി MK മുഹമ്മദ് റഷീദ് സാർ, പിന്നെ നമ്മുടെ പരിപാടിക്ക് ആശംസ അറിയിക്കുന്നതിനായി നമ്മോട് കൂടെ ചേർന്നിട്ടുള്ള നമ്മുടെ കോളേജിലെ ഫിസിക്സ് വിഭാഗം HOD ഡോക്ടർ കെ ജയകൃഷ്ണൻ സാർ, കെമിസ്ട്രി വിഭാഗം HOD ശ്രീമതി സൗമ്യ മാം എന്നിവരെയും, അതുപോലെ തന്നെ നമ്മുടെ കോളേജിൽ ഈ ഒരു സെല്ലിന്റെ തന്നെ രൂപീകരണത്തിന് കാരണക്കാരായ ഈ സെല്ലിന്റെ നോഡൽ ഓഫീസർ കൂടിയായ നുസ്രത്ത് മിസ്, അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ കൂടിയായ ഡോക്ടർ റജൂൽ ഷാനി സാറ്, പിന്നെ നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്ന ഫിനാൻഷ്യൽ എഡ്യൂക്കേറ്ററും നമ്മുടെ കോളേജിലെ തന്നെ ഫസ്റ്റ് ഇയർ ജിയോളജി വിദ്യാർത്ഥിനി കൂടിയുമായ ഫാത്തിമ ജിഹാൻ സുബൈർ എന്നവർ, പിന്നെ നമ്മുടെ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ഈ സെല്ലിന്റെ ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്ററിൽ ഒരാളായ ഷബന, നമ്മുടെ പരിപാടിക്ക് നന്ദി ആശംസിക്കുന്ന നമ്മുടെ സെല്ലിന്റെ തന്നെ അസിസ്റ്റന്റ് സോഷ്യൽ ഓഫീസർ കൂടിയായ സുമിഷ വീട്ടി, അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ പരിപൂർണമായ വിജയത്തിനായി അഹോരാത്രം പ്രവർത്തിക്കുന്ന നമ്മുടെ സെല്ലിലെ മറ്റംഗങ്ങൾ, നമ്മുടെ പരിപാടി വീക്ഷിക്കുന്നതിനായി നമ്മോട് കൂടെ ചേർന്നിട്ടുള്ള മറ്റ് അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കൾ എല്ലാവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. Thank you, Mr. Next, I would like to invite today's Honorable Chief Guest to this webinar. He was a well-known personality to our college. He was a former Commerce Department teacher, IQS coordinator, principal, management committee member. His contributions to our college was remarkable. Now, he was our academic committee chairman. Let us invite Professor V.K. Baby for inaugural address. Sir, please. Thank you. Thank you. Audible or no? Yes, sir. Okay. Principal Mr. James, Secretary Rashid Khan, Model Officer Mrs. Mokhtar, Mr. Rajul Khan, Mr. Nisa, Dr. Jayagrishan, Mrs. Soumya, Ms. Misha. ഇതിലെ വന്നിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾ, പിന്നെ ഇന്നത്തെ റിസോഴ്സ് പേഴ്സണായിട്ടുള്ള ഫാത്തിമ ജിഹാൻ സുബൈർ, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മളിപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അത്ഭുത ലോകത്തിലാണ്. ഒരു ഭാഗത്ത് മനുഷ്യന് ചൊവ്വയിലേക്ക് താമസം മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, റെഡ് പ്ലാനറ്റിലേക്ക്. വേറൊരു ഭാഗത്ത് ഇപ്പൊ മരിച്ചുപോയ ആളുകള് സ്വന്തം ശരീരം മമ്മിഫൈ ചെയ്ത് സൂക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം ഇനിയൊരിക്കൽ പുനരുജ്ജീവനത്തിന് മരുന്ന് കണ്ടുപിടിച്ചാൽ അവർക്ക് തിരിച്ചു വരാൻ വേണ്ടി. അതേ സമയത്ത് തന്നെ ഒരു കുഞ്ഞൻ വൈറസിന്റെയും അതിൻ്റെ ജനിതക മാറ്റങ്ങളുടെയും മുമ്പിൽ നമ്മൾ പകച്ചു നിൽക്കുകയാണ്. വൈറസ് സൃഷ്ടിക്കുന്ന ആഗോള ഭീകരത ഇത് ആദ്യത്തേതൊന്നുമല്ല. ഓരോ തവണയും നമ്മൾ അതിനെ മറികടന്ന് വിജയിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇത്തവണയും നമ്മൾ അതിനെ അതിജീവിക്കും. അതിജീവനത്തിന്റെ പാഠം തന്നെയാണ് മനുഷ്യരാശിയുടെ ചരിത്രം, മനുഷ്യരാശിയുടെ വിജയവും. സാന്ദർഭികവശാൽ പറയട്ടെ, ഈ ഒരു വൈറസ് എന്നെയും പിടികൂടിയിട്ടുണ്ട്. അതിന്റെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, കൂടുതൽ നേരം കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളോട് സംവദിക്കാം. കഴിഞ്ഞ 2 ദിവസത്തെയും പ്രോഗ്രാമുകൾ ഞാൻ വീക്ഷിച്ചിരുന്നു. വളരെ നന്നായിട്ടുണ്ട്. ഞാൻ അതിനകത്ത് അവതരിപ്പിച്ച കുട്ടികളെ അനുമോദിക്കുകയാണ്. കൂടാതെ
ഈ പരിപാടി ആസൂത്രണം ചെയ്ത അതിന്റെ നോഡൽ ഓഫീസറെയും സഹ നോഡൽ ഓഫീസറെയും അനുമോദിക്കുന്നു. ഇത് സർക്കാർ ഇത്തരം പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് ഇതിനൊരു ദീർഘവീക്ഷണം ഇതിന്റെ മുന്നിലുണ്ട്. കാരണം ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങളാണ്, ചെറിയ ചെറിയ നൂതനമായ ആശയങ്ങളാണ് പലപ്പോഴും ലോകത്തിലെ വലിയ മാറ്റങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഓരോ രാഷ്ട്രത്തിന്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം ആ രാജ്യത്തെ ആളുകളുടെ വെൽഫെയർ ആണ്. ആ വെൽഫെയർ എന്ന് പറഞ്ഞാൽ എക്കണോമിക് ഡെവലപ്മെന്റിലൂടെ ഉണ്ടാകുന്നതാണ്. ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് കണ്ടുപിടുത്തങ്ങളുടെയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ. ഈ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ 2 ദിവസത്തെ പരിപാടികളിൽ ഇന്നത്തെ പരിപാടിയെ നോക്കിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം, ഇത് നമ്മളുടെ ഇടയിൽ തന്നെ, നമ്മൾ കോളേജിൽ നിന്ന് തന്നെയുള്ള കുട്ടികളാണ് ഇവിടെ അവരുടെ സ്കില്ലും അവരുടെ എക്സ്പീരിയൻസും ഷെയർ ചെയ്യുന്നത്. അത് ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം. ഞാൻ അവരെ അനുമോദിക്കുകയാണ്. മറ്റൊരു കാര്യം എനിക്ക് വിചിത്രമായി തോന്നിയത്, അത്ഭുതകരമായി തോന്നിയത്, അതേസമയം തന്നെ ആനന്ദകരമായി തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ പരിപാടിയെ അവതരിപ്പിക്കുന്ന കുട്ടികള് അവർ പഠിക്കുന്ന വിഷയങ്ങളിലുള്ള കാര്യങ്ങളല്ല അവതരിപ്പിക്കുന്നത്. അവരുടെ പഠിക്കുന്ന വിഷയങ്ങളും അവരുടെ സംരംഭങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് 2 കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, നമ്മുടെ കുട്ടികളുടെ മൾട്ടി ടാലന്റ്, ഞാൻ അങ്ങനെ അനുമോദിക്കുകയാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളുടെ വിദ്യാഭ്യാസ രീതിയിൽ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു പരിമിതി കൂടെ ആയിരിക്കാം പോകുന്നത്. പിന്നീട് നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കും. ഇവിടെ ജനിച്ച് ജീവിച്ച് 100 കൊല്ലം മുമ്പ് മരണപ്പെട്ട ഒരാള് നിങ്ങൾ ഇപ്പോഴേ ജീവനോടെ അവർ ജീവിച്ച അതേ സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തിയാൽ അവരുടെ വികാരം എന്തായിരിക്കും? തീർച്ചയായും അവർ പറയും, ഞങ്ങൾ മറ്റേതോ ഒരു ഗ്രഹത്തിലാണ് എത്തിയിട്ടുള്ളതെന്ന്. നേരെ തിരിച്ചാലോചിച്ച് നോക്കൂ. ഇന്ന് ഇവിടെയുള്ള ഒരു ചെറിയ കുട്ടിയെ, ഒരു പുതിയ ജനറേഷനിലെ ഒരു കുട്ടിയെ 100 കൊല്ലം മുമ്പുള്ള ഈ ഭൂമുഖത്ത് കൊണ്ടു നിർത്തിയാൽ അവരും പറയും, ഞങ്ങള് ഭൂമിയിലല്ല മറ്റേതോ ഗ്രഹത്തിലാണെന്ന്. എങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിയത്? ഇതിന് മനുഷ്യന്റെ പ്രയത്നമുണ്ട്, മനുഷ്യന്റെ ചിന്തയുണ്ട്, മനുഷ്യന്റെ സ്വപ്നങ്ങളുണ്ട്, അതിന്റെ വിജയമുണ്ട്. ഒരു കാലത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനും പിന്നെ IT റവല്യൂഷനും ഒക്കെ തീർത്ത അലയൊലികളും അതിന്റെ പ്രതിഫലനങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ നിലയിൽ എത്തിച്ചിട്ടുള്ളത്. മനുഷ്യന്റെ ഭാവനകള്, മനുഷ്യന്റെ ആശയങ്ങളും അത് പ്രാവർത്തികമാക്കാനുള്ള പ്രവർത്തനവുമാണ് ഇന്നോവേഷനും ഇൻവെൻഷനും എന്റർപ്രണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട്. സാധാരണ നമ്മൾ പറയാറുണ്ട്, സാഹചര്യങ്ങളാണ് ഇന്നോവേഷനിലേക്ക് നയിക്കുന്നത്. പക്ഷെ പുതിയ തലമുറയില്, പുതിയ ലോകത്തില് ആ സാഹചര്യങ്ങളെ തന്നെ സൃഷ്ടിക്കാൻ കഴിവുള്ള എന്റർപ്രണേഴ്സ് നമ്മൾക്ക് ഇടയിലുണ്ട്. എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഞാനൊരു 31 കൊല്ലത്തെ അധ്യാപന ജീവിതത്തില് നമ്മളുടെ കോളേജിലെ വളരെയധികം കുട്ടികള് നാട്ടിലും പുറത്തും ഇന്ന് ബിസിനസ്സുകാരാണ്. ഒരുപക്ഷെ അവർ പഠിക്കുന്ന കാലത്ത് അവരുടെ ഭാഗത്തു നിന്നും വളരെ ചുരുക്കം ആളുകളിൽ നിന്നും മാത്രമാണ് അവരുടെ ഈ ടാലന്റ് അന്ന് പുറത്തെടുത്തത്. സാഹചര്യങ്ങളുടെ അഭാവം മൂലമായിരിക്കാം. പക്ഷെ മിക്കവാറും ആളുകള് അവരുടെ സ്വന്തമായ ബിസിനസ്സുകളും ആശയങ്ങളും ഡെവലപ്പ് ചെയ്ത് അത് വിജയത്തിൽ എത്തിക്കുന്നതിൽ അവർക്ക് വിജയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള പരിപാടികള് ആ കാലത്ത് തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്കൊരു ഒന്നുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ അവരുടെ ബിസിനസ്സിലേക്ക് വളരെ നേരത്തെ തന്നെ പങ്കെടുക്കാൻ കഴിയും എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്, അതൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. മനസ്സിനകത്തൊരു ജ്വാലയാണ് എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഈ മനസ്സിനകത്ത് ഈ ഒരു ജ്വാല കത്തിക്കഴിഞ്ഞാല് പിന്നീട് നമുക്ക് മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അഥവാ ഇനി അങ്ങനെ ജോലി ചെയ്യേണ്ടി വന്നാൽ പോലും അത് അയാളുടെ സംരംഭത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ആയി മാത്രമാണ് അയാൾക്ക് അത് കണക്കാക്കാൻ സാധിക്കുന്നത്.
അയാൾ അതിന് അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യും. എപ്പോഴാണോ ഒരു സന്ദർഭം കിട്ടുന്നത് ആ സന്ദർഭത്തിൽ അയാൾ അതിലേക്ക് എടുത്തു ചാടുകയും അതിൽ വിജയിപ്പിക്കുകയും ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ പരിപാടികളിൽ അതിന്റെ ഉദ്ഘാടന പ്രസംഗത്തില് ഉദ്ഘാടകർ പറഞ്ഞിരുന്ന അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വിചാരിച്ചാല് ഒരു സംരംഭകന് വേണ്ട ക്വാളിറ്റി അതെങ്ങനെ വിജയിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ അവർ പ്രതിപാദിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഞാൻ പോകുന്നില്ല. അപ്പം സാധാരണ നമുക്കിടയിൽ ഒരു വിശ്വാസമുണ്ട്, അത് പഴയ കാലത്തെ വിശ്വാസമാണ്. ഒരു ബിസിനസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ വളരെ പണച്ചെലവോട് കൂടിയിട്ട് വലിയൊരു എമൗണ്ട് മുടക്കി കൊണ്ടുപോകുന്നതാണ് ബിസിനസ് എന്നുള്ളൊരു ധാരണ നമുക്കുണ്ട്. പക്ഷേ വളരെ ചെറിയ പണം കൊണ്ട് വളരെ വലിയ മുതൽ മുടക്കുള്ള ബിസിനസ്സുകളുടെ റിട്ടേൺ കിട്ടുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. അവിടെയാണ് ഇന്നോവേഷൻസിന്റെ പ്രസക്തി. നിലവിലുള്ള പ്രോഡക്ട്സ് തന്നെ ഇംപ്രൂവൈസ് ചെയ്ത് കൊടുക്കുക, നിലവിലുള്ള സർവീസ് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കുക, കൊടുക്കുന്ന സർവീസിലുള്ള കൂടുതൽ മേന്മ, ഇതൊക്കെ നമ്മളുടെ പ്രൊഡക്റ്റിനെ കൂടുതൽ വിജയകരമാക്കി തീർക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ഏത് ബിസിനസ്സിലാണോ നമ്മൾ കൈവെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഒരു പ്രാരംഭമായിട്ടുള്ള ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം, അതിലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ആദ്യം വേണ്ടത് സംരംഭകന് അവനിലുള്ള വിശ്വാസമാണ്, അവന്റെ പ്രൊഡക്റ്റിലുള്ള വിശ്വാസമാണ്. അത് ആ വിശ്വാസം പബ്ലിക്കിനെ അറിയിക്കാനുള്ള കഴിവാണ്, അത് വിജയിപ്പിക്കാനുള്ള ക്ഷമയാണ്, ആത്മാർത്ഥതയാണ്, സ്ഥിരോത്സാഹമാണ്. ഇത് ഉണ്ടെങ്കിൽ ഒരിക്കൽ പോലും ഒരു സംരംഭകനും വിജയിക്കാതിരിക്കില്ല. പക്ഷെ ഇത് ആദ്യത്തെ അറ്റംപ്റ്റില്, രണ്ടാമത്തെ അറ്റംപ്റ്റില്, മൂന്നാമത്തെ അറ്റംപ്റ്റില് അങ്ങനെയുള്ള ചില പരിശ്രമങ്ങൾ കൂടുതൽ വേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് കുറെ അധികം ബിസിനസ് സുഹൃത്തുക്കളുണ്ട്. വളരെ ലളിതമായ ബിസിനസ് തുടങ്ങി വൻ ബിസിനസ്സിലേക്ക് കുതിച്ചു ചാടി എത്തിയ വളരെയധികം സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ എന്നോട് അവരുടെ പഴയകാല പരിശ്രമങ്ങൾ പങ്കുവെക്കാറുണ്ടായിരുന്നു. ഞാൻ അതിലൊന്ന് രണ്ട് എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഗൾഫിലേക്ക് പോവാൻ പൈസ ഇല്ലാതെ ബോംബെയിൽ ചെന്ന്, വളരെ കാലം മുമ്പാണ്, ബോംബെയിൽ ചെന്ന് പോർട്ടർമാർക്ക് കാശ് കൊടുത്ത് അവരുടെ യൂണിഫോം വാങ്ങി അവർ തലയിൽ ചാക്കുമായി ചെന്ന് കപ്പലില് ആ ചാക്ക് ഇട്ടുകൊണ്ട് അവിടെ ഒളിഞ്ഞിരിക്കുകയും ഗൾഫിലെത്തുന്നത് വരെ അവിടെയുള്ള വേസ്റ്റ് പാത്രത്തിൽ നിന്ന് ബ്രെഡും മറ്റും എടുത്ത് ഭക്ഷിക്കുകയും ചെയ്തുകൊണ്ട് അവിടെ ചെന്നിറങ്ങുകയും അതിനുശേഷം ചെറിയ ചെറിയ തൊഴിലെടുക്കുകയും പിന്നീട് അദ്ദേഹത്തിന്റെ എന്നും മനസ്സിൽ കൊണ്ടു നടന്ന ബിസിനസ് യജ്ഞത്തിലേക്ക് പോവുകയും ഇന്ന് അദ്ദേഹം കേരളത്തിലെ വലിയൊരു ബിസിനസ്സുകാരനാണ്. ആളുടെ പേര് പറയാൻ അദ്ദേഹത്തിന്റെ സമ്മതം ഇല്ലാതെ എനിക്ക് സാധ്യമല്ല, ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു വേറൊരാള് കാലത്ത് മുട്ടക്കച്ചവടം, ഉച്ചയ്ക്ക് ഇളനീർ കച്ചവടം, വൈകുന്നേരം റെഡിമെയ്ഡ് കച്ചവടം, അങ്ങനെ ഉണ്ടാക്കിയ കാശ് കൊണ്ട് ഗൾഫിലേക്ക് കയറുകയും അവിടെ ചെന്ന് ഇതേപോലെയുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ പടിപടിപാടിയായി ഉയർത്തിക്കൊണ്ടുപോവുകയും പിന്നീട് വൻ വ്യവസായിയായി മാറുകയും ചെയ്തു. മറ്റൊരാള്, അദ്ദേഹത്തിന് ഇവിടെ നിന്നും സ്കൂളിൽ നിന്നും ടീച്ചർ അടിച്ചപ്പോൾ അവിടെ നിന്ന് തെറ്റിപ്പോവുകയും അങ്ങനെ ഒരു ബന്ധുവിന്റെ ഹോട്ടലിൽ നിൽക്കുകയും എഴുന്നേൽക്കാൻ താമസിച്ചതിന് അവിടുത്തെ ചീഫ് കുക്ക് അയാളുടെ കണ്ണില് മുളകരച്ച് തേക്കുകയും ചെയ്തു. ആ വാശിയിൽ ഇതിനേക്കാൾ വലിയൊരു റെസ്റ്റോറൻ്റ് അയാൾ തുടങ്ങുമെന്ന് മനസ്സിൽ കരുതി അവിടുന്ന് പുറത്തിറങ്ങുകയും പിന്നീട് അതിൻ്റെ എഫേർട്സിൽ അയാള് നാട്ടിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങി കാശുണ്ടാക്കി ഗൾഫിലേക്ക് കടന്നു. അവിടെ കാറ്ററിംഗ് സർവീസ് തുടങ്ങി. ആ കാറ്ററിംഗ് സർവീസ് പല രാജ്യങ്ങളിലേക്ക് വികസിപ്പിക്കുകയും അതിനുശേഷം അനുബന്ധമായ വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയായി.
ഇങ്ങനെയുള്ള ഇതൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ കഥയാണ്. പക്ഷെ എങ്ങനെ അവർ ഇത്രയും വലിയ ഉന്നതിയിലെത്തി? അവരുടെ പരിശ്രമ ഫലവും അവരുടെ ലക്ഷ്യബോധവും അവരുടെ സ്ഥിരോത്സാഹവും ആണ് അവരെ അതിലേക്ക് എത്തിച്ചത്. ഇന്ന് ആ പഴയ കഥകൾ പറയാൻ അവർക്ക് മടിയില്ല. കാരണം എന്താ വിചാരിച്ചാല് ആ കഥകള് അവരുടെ ആത്മവിശ്വാസത്തിനെയാണ് നമുക്ക് കൊണ്ടുതരുന്നത്. ഇവിടൊക്കെ അവരെ മുന്നോട്ട് നയിച്ചത് അവരുടെ സ്വപ്നങ്ങളാണ്, അവരുടെ ആത്മവിശ്വാസമാണ്, അവരുടെ ക്ഷമയാണ്, സ്ഥിരോത്സാഹമാണ്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ, ആ ലക്ഷ്യത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, അത് നേടാനുള്ള അർപ്പണബോധം ഉണ്ടെങ്കിൽ, അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമയുണ്ടെങ്കിൽ ജീവിതത്തിൽ തീർച്ചയായും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല, വിജയിക്കും. അതാ ബിസിനസിന്റെ ഇതുവരെയുള്ള ചരിത്രം. കൂടുതൽ സംസാരിക്കുന്നില്ല. എനിക്ക് ഇന്നത്തെ ഈ പരിപാടിയിലെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു ആശയം കിട്ടിയിട്ടില്ല. പറയുന്നത് ഫൈനാൻഷ്യൽ ലിറ്ററസി ആണ്. അതും ഫൈനാൻഷ്യൽ ലിറ്ററസി അവതരിപ്പിക്കുന്നത് ജിയോളജിയിലെ ഒരു വിദ്യാർത്ഥിനിയാണ്. ഞാൻ ആ വിദ്യാർത്ഥിനെ ആശംസിക്കാൻ അനുമോദിക്കുകയാണ്. എന്താണ് ആശയം എന്നറിയില്ല. ഫൈനാൻഷ്യൽ ലിറ്ററസിയിലേക്ക് പോകുമ്പോൾ സാധാരണ ഒരു സിനിമയില് തിലകൻ എന്ന് പറയുന്ന നടന്റെ ഒരു മാത്തമാറ്റിക്സിനെ കുറിച്ച്, അതുപോലെയാണ് ഞങ്ങൾ കൊമേഴ്സുകാർ ഫൈനാൻസിനെ കുറിച്ച് പറയുക. ഫൈനാൻസ് അറിയില്ല എങ്കിൽ ജീവിതം വട്ടപൂജ്യമാണ്. കാരണം അത് ജീവിതമായാലും, ജീവിതത്തിലെ ബിസിനസ് ആയാലും, അതല്ലെങ്കിൽ പ്രൊഫഷനായാലും, കുടുംബമായാലും നമുക്ക് അത്യാവശ്യം വേണ്ട ചില സാമ്പത്തിക വിവരങ്ങളുണ്ട്. ആ സാമ്പത്തിക വിവരങ്ങളാണ് മനുഷ്യന്റെ സാമ്പത്തിക വിജയത്തിന്റെ മുന്നോടിയായിട്ടുള്ളത്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാനൊരു കമ്പനിയുടെ അഡ്വൈസറായി, എൻ്റെ സുഹൃത്തുക്കൾ തുടങ്ങിയ കമ്പനിയുടെ അഡ്വൈസറായിട്ട് എന്നെ വിളിക്കുമായിരുന്നു. അവരുടെ ഡയറക്ട് ബോർഡ് കൂടുമ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഇതിലുള്ള ആളുകളൊക്കെ തന്നെ മൾട്ടി മില്യണേഴ്സ് ആണ്. അവര് ഡിഗ്രി ഉള്ളവരുണ്ട്, ചിലര് ലിറ്ററസി ഇല്ലാത്തവരുണ്ട്, ഒക്കെ ഉണ്ട്. 10-20 പേര് മെമ്പർമാരായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. പക്ഷെ അതിൽ 99% ആളുകൾക്കും സാമ്പത്തിക ലിറ്ററസി ഇല്ല. ഒരു കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആണെങ്കിൽ പോലും ഒരു കമ്പനി എന്താണ്, അതെങ്ങനെ ഫോം ചെയ്യണം, അതല്ലെങ്കിൽ അതിന്റെ ഫൈനാൻഷ്യൽ അക്കൗണ്ട് എങ്ങനെ, അതിന്റെ ട്രാൻസാക്ഷൻസ് എങ്ങനെയായിരിക്കണം, ഇത്തരം കാര്യങ്ങളിൽ ഒന്നും തന്നെ അവർക്ക് യാതൊരുവിധ ബേസിക് നോളജും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അത്തരം കാര്യങ്ങളില് മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഡിഗ്രി ലെവലിലെങ്കിലും എങ്ങനെ ബേസിക് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിങ് തുടങ്ങണം, ഒരു ബിസിനസ് കൊണ്ടുവരുമ്പോൾ അതിന്റെ ബഡ്ജറ്റിംഗ് എങ്ങനെയായിരിക്കണം, പ്ലാനിങ് എങ്ങനെയായിരിക്കണം എന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തമായ ബോധം ഉണ്ടാക്കുന്നതിനുള്ള ഒരു സംവിധാനം. ഞാനിത് പറയുമ്പോൾ തന്നെ ഇന്നോട് അവതരിപ്പിക്കാൻ പോകുന്ന കാര്യം അതാണോ എന്ന് എനിക്കറിയില്ല. അതാണെങ്കിലും അല്ലെങ്കിലും ഇതെന്റെ ഒരു അഭിപ്രായമായിട്ട് പറയുകയാണ്. ഒരു വ്യക്തമായ ഒരു ബോധം ഫൈനാൻസിനെ കുറിച്ച് ആളുകൾക്ക് ഉണ്ടാക്കുന്നത് വളരെ നന്നായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for your valuable words. Next, I would like to invite Mr. Jayakrishnan, sir, HOD of Physics Department, for felicitation. Sir, please. Hello. Welcome, sir. Hello. Okay. കേൾക്കുന്നുണ്ട്. Okay, sir. So, very warm good evening to all of you. Honorable Chief Guest of the day, Professor V.K. Baby sir, and Assistant Technical Officer of the IEDC, Sri Mishab PV, and Assistant Social Officer Sumisha VT, and all other distinguished participants of the program.
A warm good evening to all of you. And as you all know, this is the day 3 of the skill sharing week organized by the IEDC cell of the college. And yesterday it was day 2. We had the session on introduction to drag and drop web development. And today we have with us Miss Fatima Jihana of first year geology. I hope she will be handling session on financial literacy, and she will be handling on headings topics like what is that, how is that, and how money works, how can you manage money, etc., etc. And personally, I came to know that she has already successfully completed an international webinar workshop, a 6-day workshop on finance in everyday life. And as you know, financial literacy is the ability to understand and effectively utilize various financial skills. These are supposed to be expected to be, every person is expected to have, like dealing with banking systems, insurance systems, or anything like that, investing, and so on and so forth. And having financial literacy, I think will help us to gain basic skill in dealing with money in an intelligent way. So that is underlined, should be underlined. Intelligently is very important. It is not a subject merely to be taught or studied by commerce people alone, as Baby Sir rightly pointed out here. It will help all of us to build a rational or logical relationship with the money. And of course, I think it's a lifelong journey of learning that never ends. It needs updation at every point of time, you know, because today we are dealing with ATMs, internet services, online transactions, which we could not imagine some 20 years back. Okay, so day by day, new things are coming, innovations are coming up in different aspects of financial sectors, like banking, insurance, etc. Okay, so anyway, I hope in today's session, Ms. Fatima would throw light into different aspects of financial literacy, as she has already been trained, and participants could get a new outlook into the different aspects of financial literacy, and that would help us to lead a better financial management in our daily life. Okay, anyway, I wish all the very best to the resource person and the participants. Thank you all. Thank you, sir, for your talk. Next, I would like to invite Srimati Soumya Ma'am, HOD of Chemistry Department, to share a few words. Hello. Please. Hello. Hello. Ma'am. Okay. Good evening, all. Respected person. Okay. Good evening, all. Respected personalities present here. Our chief guest, Professor Baby Sir, Principal Ajim Sir, Secretary Rashid Sir, other officials of IEDC, our resource person, Miss Fatima, our student, other dignitaries and dear participants. Good evening to one and all. We have gathered here virtually on behalf of an important session in skill sharing week offered by IEDC of our college. IEDC, as we know, it is an initiative of our Kerala Startup Mission to promote innovation and entrepreneurship among students in the educational institutions. And the IEDC in our college is playing its role very promisingly. Dear participants, exploit the opportunities you are getting through this program. I extend my hearty congratulations to the whole team and all the very best wishes to the program. Thank you all. Thank you, ma'am. Next, I would like to invite Sumisha Viti, Assistant Social Officer, for vote of thanks. She was our second year economics student. Sumisha, please. 'Good evening, all. Respected personalities present here, our chief guest, Professor Baby Sir, Principal Ajim Sir, Secretary Rashid Sir, other officials of IEDC, our resource person, Miss Fatima, our student. Good evening to one and all.
ഗുഡ് ഈവനിങ് ആൾ. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ചീഫ് ഗസ്റ്റ് അക്കാഡമിക് കമ്മിറ്റി MES പനാനി കോളേജ് ചെയർമാൻ പ്രൊഫസർ VK ബേബി സർ, MES പനാനി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അജിംസ് P. മുഹമ്മദ് സർ, സെക്രട്ടറി ആൻഡ് കോറസ്പോണ്ടന്റ് കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി MK മുഹമ്മദ് റഷീദ് സർ, Head Department of Physics K. Jayakrishnan sir, Head Department of Chemistry Soumya Miss, IDC Nodal Officer Nusrat Miss, IDC Assistant Nodal Officer Rajul Shine sir, and welcome speech Mishak PV, Assistant Technical Officer, and anchoring Department Coordinator Shabana, and title presentation Fatima Jihan Sbar. ഇങ്ങനെ ഒരു വെബിനാർ സംഘടിപ്പിച്ച IEDCയിലെ മറ്റ് മെമ്പേഴ്സ്, സ്റ്റുഡൻസ്, MES പനാനി കോളേജിന്റെ പേരിലും IEDCയുടെ പേരിലും IDC അസിസ്റ്റന്റ് സോഷ്യൽ ഓഫീസറായ എന്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. താങ്ക് യു ആൾ. Invite Fatima Jihan Zubair. She was a financial educator and also first year geology student. Fatima, the platform is yours. Hello. യെസ് കേൾക്കുന്നുണ്ട്, പറയൂ. Hello, good evening all. I'm Fatima Jihan Zubair. ഞാൻ BSc Geology ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഇന്ന് ഞാൻ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന ടോപ്പിക്കാണ് ഇവിടെ കവർ ചെയ്യാൻ പോകുന്നത്. സോ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ, ഫൈനാൻഷ്യൽ ലിറ്ററസി അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ നോളജ് എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്നത് ഒരിക്കലും നിങ്ങൾക്കൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിട്ടുന്ന ഒന്നല്ല. Because education institution only focus upon the scholastic and professional skills. അവർ നമുക്ക് ഒരിക്കലും how we can manage അല്ലെങ്കിൽ എങ്ങനെ മണി എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് എങ്ങനെ ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കണമെന്ന് ആരും നമുക്ക് പറഞ്ഞു തരില്ല. പിന്നെ നമുക്ക് ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ കിട്ടാനുള്ള വേറൊരു പോസിബിലിറ്റി എന്ന് വെച്ചാൽ ഇറ്റ്സ് വിത്തിൻ അവർ ഹോം. ബട്ട് നമ്മുടെ കൺട്രി, ഇന്ത്യ കൺസിഡർ ചെയ്തെടുത്തോളം നമുക്കൊരിക്കലും ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ വീട്ടിൽ നിന്നും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിട്ടുന്നില്ല എന്നാണ് സത്യം. നമ്മളിപ്പോൾ അവിടെയൊക്കെ ഒരു 14-15 ഇയേഴ്സ് ആകുമ്പോഴേക്കും അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഗൈഡൻസ് മെൻറ്റേഴ്സ്, ട്യൂട്ടേഴ്സും ത്രൂ അവർക്ക് കൊടുക്കുന്നുണ്ട്. സോ ഒരു 18-19 ഇയേഴ്സ് ആകുമ്പോഴേക്കും അവർ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ആവും. ദാറ്റ് ഇസ് ദ റീസൺ. അതാണ് നമ്മൾ ഫോറിൻ കൺട്രീസിൽ ഒരുപാട് യങ് ഓൺടർപ്രീനേഴ്സിനെയും മില്യണേഴ്സിനെയും ഒക്കെ ജനറേറ്റ് ചെയ്യാനുള്ള റീസൺ. സോ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ നമ്മുടെ ലൈഫിലൊരു ക്രൂഷ്യൽ റോൾ തന്നെയാണ് പ്ലേ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ എന്തൊരു കാര്യം നമ്മൾ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി നമ്മളെല്ലാവരും മണീനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. നമുക്ക് ഫുഡാണെങ്കിലും എന്തെങ്കിലും ഹെൽത്ത് കെയർ ആണെങ്കിലും ഷെൽട്ടർ, നമ്മൾ ധരിക്കുന്ന ക്ലോത്ത്സ് ആണെങ്കിലും നമുക്ക് അതിനൊക്കെ മണി വേണം. സോ മണി എങ്ങനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാമെന്ന് അറിഞ്ഞിരിക്കേണ്ടത് നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇനിയുള്ള ഒരു ഡീക്കേഡിൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഫൈനാൻസ് മാനേജ് ചെയ്യാൻ പഠിക്കണം. ഇപ്പോൾ നമ്മൾ കോവിഡിൻ്റെ കേസ് തന്നെ നോക്കാം. നമുക്ക് കോവിഡിൻ്റെ കേസിൽ ഒരുപാട് ജോലിയൊന്നും ഇല്ലാണ്ട് വീട്ടിലാണ്. സോ നമ്മൾ കോവിഡ് അല്ലെങ്കിൽ ലോക്ക്ഡൗൺ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാണ്ട് ടേക്ക് ഇറ്റ് ആസ് ആൻ അഡ്വാൻറ്റേജ്. നമ്മളതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുക. കാരണം നമുക്കറിയാം ഇൻ്റർനെറ്റ് ഒരു വാസ്റ്റ് ഏരിയ തന്നെയാണ്. നമുക്കറിയാം ഒരുപാട് മണി മേക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഹിഡൻ ആയിട്ട് ഇൻ്റർനെറ്റിലുണ്ട്. സോ ടേക്ക് ലോക്ക്ഡൗൺ ഓർ കോവിഡ് ആസ് ആൻ അഡ്വാൻറ്റേജ്. നമ്മളിത് അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുക. നമ്മളെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മളെല്ലാവരും കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരികയാണ് ചെയ്യേണ്ടത്. നമ്മുടെ വേൾഡിൽ കണ്ടുവരുന്ന ഒരു 2 ടൈപ്പ് ഓഫ് പീപ്പിളാണ്. ഒരു ടൈപ്പ് ഓഫ് പീപ്പിൾ നമുക്ക് പീജിയൻ അല്ലെങ്കിൽ നോർമൽ ബേർഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. മറ്റൊരു ടൈപ്പ് ഓഫ് പീപ്പിൾ നമുക്ക് ഈഗിളായിട്ട് കൺസിഡർ ചെയ്യാം. പീജിയൻ അല്ലെങ്കിൽ മറ്റ് ബേർഡ്സ് പെട്ടെന്നൊരു മഴ വന്നാൽ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ എത്രയും പെട്ടെന്ന് അവരെ കൂട്ടിലേക്ക് എത്താനാണ് നോക്കുക. ബട്ട് ഈഗിൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ ഒബ്സ്റ്റക്കിൾസും മറികടന്ന് അത് ക്ലൗഡ്സിന് മേലെ പറന്നിട്ടാണ് അത് ഷെൽട്ടർ തേടാൻ നോക്കുക.
സോ ബി ആൻ ഈഗിൾ, നമ്മൾ ഈഗിളിൻ്റെ മെൻറ്റാലിറ്റി വെച്ച് വേണം നമ്മൾ റിയൽ വേൾഡിനെ അപ്രോച്ച് ചെയ്യാൻ. സോ പ്രോപ്പറായിട്ടുള്ള ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇതുപോലത്തെ ഇൻ്റർനെറ്റിലും അതുപോലെ ഹിഡൻ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന 2 ടൈപ്പ് ഓഫ് ഡിവിഷൻസ് ആണ്. ഒന്ന് റിച്ച് പീപ്പിൾ, മറ്റൊന്ന് പുവർ ആൻഡ് മിഡിൽ ക്ലാസ്. ഇപ്പോൾ നമ്മൾ റിച്ചിൻ്റെ കേസ് പറയുകയാണെങ്കിൽ റിച്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ റിച്ചായ പേഴ്സൺസിൻ്റെ അടുത്ത് അവർക്ക് ക്യാഷ് ഒക്കെ ഉണ്ടാവും. ബട്ട് അവർക്ക് അത് പ്രോപ്പറായിട്ട് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് അറിയില്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ക്യാഷ് കൊണ്ട് ഒരു കാര്യമില്ല, അത് ലിമിറ്റഡ് മാത്രമായിരിക്കും. ഇനി ഓൺ ദ അതർ ഹാൻഡ് നമ്മൾ പുവർ ആൻഡ് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് നോക്കുകയാണെങ്കിൽ മേ ബി അവരുടെ അടുത്ത് കാര്യമായിട്ട് ക്യാഷ് ഒന്നും ഉണ്ടാവില്ല. ഡെയിലി വേജസിനും മന്ത്ലി സാലറിയിലും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവർ ജീവിക്കുന്നത്. even though they have no electricity bill അടക്കാൻ പോലും മന്ത് എൻഡിൽ അവർക്ക് ക്യാഷ് തികയാണ്ട് വരാം. അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് എവിഡൻ്റ് ആണ് എന്താ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ അറിയാന്നുള്ളത് ഈ ഒരു ഡിക്കേഡിൽ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ, ഈ ഒരു ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷനിൽ സബ് കോൺഷ്യസ് മൈൻഡിനുള്ള ഒരു റെലവൻസ് എന്താണ്? ബട്ട് നമ്മൾ എന്തൊരു കാര്യം അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മളെ ഫിസിക്കൽ ബോഡി മാത്രം വിചാരിച്ചാൽ പറ്റില്ല, ഒപ്പം നമ്മുടെ മെൻ്റൽ ബോഡിയും കൂടെ വിചാരിച്ചാലേ നമുക്ക് എന്തൊരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ലൈഫിൽ ഒരു മേജർ റോൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്രെയിനിൻ്റെ 2 പാർട്സ്, നമുക്ക് ബ്രെയിനിന് 2 പാർട്സ് ആണുള്ളത്. ഒന്ന് കോൺഷ്യസ് മൈൻഡും ഒന്ന് സബ് കോൺഷ്യസ് മൈൻഡും, അല്ലെങ്കിൽ കോൺഷ്യസ് പാർട്ടും സബ് കോൺഷ്യസ് പാർട്ടും, സ്വബോധ മനസ്സും ഉപബോധ മനസ്സും. സോ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മളെ നോർമൽ കാർ, നമ്മളെ മാനുവൽ കാറ് പോലെയാണ്. നമ്മൾ തന്നെ ആക്സിലറേറ്റർ കൊടുക്കണം, നമ്മൾ തന്നെ സ്റ്റിയറിംഗ് തിരിക്കണം, നമ്മൾ ആക്സിലറേറ്റർ എല്ലാം നമ്മൾ തന്നെ അപ്ലൈ ചെയ്യണം. ബട്ട് നമ്മുടെ സബ് കോൺഷ്യസ് സെൽഫ് ഡ്രൈവ് കാർ പോലെയാണ്. എങ്ങനെയാ വെച്ചാൽ അത് തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് ആക്സിലറേറ്ററും എല്ലാം ചെയ്തോളും. അവർ എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അവർ ഓട്ടോമാറ്റിക്കലായിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ബാക്ക്ഗ്രൗണ്ടിലാണ് എല്ലാ വർക്കും ചെയ്യുന്നത്. അപ്പം നമ്മുടെ കോൺഷ്യസ് മൈൻഡ് നമ്മുടെ സെൻസ് ഓർഗൻസ്, നമ്മുടെ ഐസ്, നോസ് ഇതൊക്കെ വെച്ചിട്ടാണ് അവർ ആക്ട് ചെയ്യുന്നത്. സോ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ കോൺഷ്യസ് മൈൻഡിനേക്കാളും 90% പവർഫുൾ ആണ്, കാരണം അത് 24 hours ആക്റ്റീവാണ്. ബട്ട് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് അത് നമ്മൾ ഉറങ്ങുന്ന ടൈമിൽ കോൺഷ്യസ് മൈൻഡും റെസ്റ്റിലായിരിക്കും. സോ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങളാണ് നമ്മൾ റിപ്പീറ്റായിട്ട് ചെയ്യുക. അപ്പം നമ്മൾ രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയാണ്ട് എന്നും ബ്രഷ് ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സേവ് ആയതുകൊണ്ടാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി എണീറ്റാൽ ബ്രഷ് ചെയ്യുന്നത്. സോ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ഫ്യൂച്ചർ അച്ചീവ് ചെയ്യാൻ, നമ്മൾ എന്തൊരു ഗോളാണെങ്കിലും അത് അച്ചീവ് ചെയ്യാൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് സബ് കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡിലാണ് നമ്മൾ ഐഡിയാസും തോട്ട്സും എല്ലാ കാര്യങ്ങളും നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലാവും ഉണ്ടാവുക. സോ നമ്മൾ എവിടെ എത്തണം, നമ്മൾ ആരാവണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. സോ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരുപാട് എറേഴ്സ് ഉണ്ടാവും. ഇപ്പം നമ്മൾ ഒരു ദിവസം ഞാൻ പെട്ടെന്ന് അലാറം വെക്കുകയാണ്, എനിക്ക് നേരത്തെ എണീറ്റ് ബുക്സൊക്കെ വായിക്കണം. ബട്ട് നമ്മൾ അലാറം വെച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ഓഫ് ചെയ്ത് കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബ്രെയിനിന് ഓൾറെഡി സബ് കോൺഷ്യസ് മൈൻഡ് സേവ്ഡ് ആണ്, നമ്മൾക്ക് ഉറങ്ങണം, കൂടുതൽ ടൈം ഉറങ്ങണം, അങ്ങനെ. അപ്പം നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയാണ് നിനക്ക് ഉറങ്ങാനല്ലേ ഇഷ്ടം, സോ യു ഷുഡ് സ്ലീപ്പ്. അപ്പോൾ ആ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡിൽ ഓൾറെഡി സേവ്ഡ് ആണ് ഇങ്ങനെയുള്ള പ്രോസസ്സ്. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് റിപ്പയർ ചെയ്യുക, റീപ്രോഗ്രാമിങ് ചെയ്യുക എന്നതാണ്. സോ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ റീപ്രോഗ്രാമിങ് ചെയ്യണം. റീപ്രോഗ്രാമിങ് ചെയ്താൽ മാത്രമേ നമ്മൾ വിചാരിച്ചെടുത്ത് നമ്മൾ എത്തുള്ളൂ, നമ്മളെ ഫ്യൂച്ചറെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ ഫ്യൂച്ചറിൽ നമ്മൾ എവിടെയാണോ എത്താൻ ആഗ്രഹിക്കുന്നത് അവിടെ നമുക്ക് എത്തണമെങ്കിൽ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് സേവ് ചെയ്യണം. സോ നമ്മൾ റീപ്രോഗ്രാമിംഗ് ടെക്നിക്സ് ആണ്, നമുക്ക് എങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള ടെക്നിക്സ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്.
അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ഇസ് റെപ്പറ്റേഷൻ. റെപ്പറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തൊരു കാര്യം ഇപ്പം നമ്മൾ നമ്മുടെ ലൈഫിനെ പാർട്ടാക്കാൻ ആഗ്രഹിക്കുന്ന എന്തൊരു കാര്യം അത് റിപ്പീറ്റ് ചെയ്യുക, ഡെയിലി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കറിയാം ഒരു 21 days കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രോസസ്സ് ചെയ്താൽ അത് നമ്മളെ ലൈഫിൻ്റെ ഒരു പാർട്ടായി മാറാണ്. അത് നമ്മൾ അത് ഓട്ടോമാറ്റിക്കലായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ആ റിപ്പീറ്റ് ചെയ്ത കാര്യം നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ സേവ് ആവാൻ. സോ നമ്മൾ എന്തൊരു കാര്യം നമ്മളെ ലൈഫിൻ്റെ പാർട്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്നല്ല, നമ്മളെ ഡെയിലി ലൈഫിൽ എന്തൊരു കാര്യമാവട്ടെ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക, കോൺസ്റ്റൻ്റ് ആയിട്ട് അത് എന്നതാണ് ഫസ്റ്റ് മെത്തേഡ്. ആൻഡ് സെക്കൻഡ് മെത്തേഡ് ഇസ് വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണോ എന്താണോ എവിടെ എത്താനാണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളൊരു മൂവി പോലെ വിഷ്വലൈസ് ചെയ്യാം. ഒരു മൂവി പോലെ, ലൈക്ക് ഇപ്പോൾ നമുക്കൊരു മില്യണയർ ആവണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് പ്രൈവറ്റ് ജെറ്റിൽ നിന്ന് ഇറങ്ങുന്ന പോലെയും നമുക്ക് ഒരുപാട് ബോഡി ഗാർഡ്സ് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ മൂവി പോലെ പിക്ചറൈസ് ചെയ്യണം. 1990 ജിം കാരി എന്ന് പറഞ്ഞിട്ടൊരു ആക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെക്ക് ലീഫ് എടുത്തു. ചെക്ക് ലീഫിൽ അദ്ദേഹം ഇട്ട ഡേറ്റ് 1994. അതിൽ അദ്ദേഹം $10 million എഴുതി സൈൻ ചെയ്ത് അദ്ദേഹം പേഴ്സിൽ വെക്കുകയാണ് ചെയ്തത്. സോ പേഴ്സിൽ വെക്കുന്നതിൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഡെയിലി അദ്ദേഹം അത് കാണാണ്. അത് കണ്ട് അദ്ദേഹം ഒരു ആക്ടർ ആവുക, അദ്ദേഹം ഒരു ആക്ടറായിട്ട് അദ്ദേഹത്തിന് റിവാർഡ് കിട്ടുന്ന പോലെ അദ്ദേഹം അത് വിഷ്വലൈസ് ചെയ്തു. ഡേ ബൈ ഡേ അദ്ദേഹം വിഷ്വലൈസ് ചെയ്തു. അദ്ദേഹത്തിന് 1994 ഒരു മൂവി, ഒരു കൊമേഡിയൻ മൂവി ഡംബർ എന്ന് പറഞ്ഞൊരു മൂവിക്ക് ചാൻസ് കിട്ടുകയും ആ മൂവിയിൽ 1994 തന്നെ $10 million റിവാർഡായി കിട്ടുകയും ചെയ്തു. സോ ദാറ്റ് ഈസ് ദ പവർ ഓഫ് വിഷ്വലൈസേഷൻ. അപ്പോൾ വിഷ്വലൈസേഷൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിങ് ചെയ്യാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ്. സോ തേർഡ് വൺ ഇസ് ബൗഡോയിങ് ടെക്നിക്. ബൗഡോയിങ് ടെക്നിക് ഒരു ഫ്രഞ്ച് സയൻറ്റിസ്റ്റ് ആണ്, ഫ്രഞ്ച് സൈക്കാട്രിസ്റ്റ് ആണ് ബൗഡോയിങ്. ചാൾസ് ബൗഡോയിങ് എന്ന് വെച്ചാൽ ഒരു ഫ്രഞ്ച് സൈക്കാട്രിസ്റ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ, നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ ടയേർഡായ ടൈം, അതുപോലെ നമുക്ക് ഉറക്കം വരുന്ന ടൈം, ആ ഒരു ടൈമാണ് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് ഹൈലി ആക്റ്റീവ് ആവുന്ന ടൈം. ആ ഒരു ടൈമിൽ വേണം നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിങ് ചെയ്യുക. സോ ആ ഒരു ടൈമിൽ നമ്മൾ റീപ്രോഗ്രാമിങ് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി റീപ്രോഗ്രാമിങ് ചെയ്യുന്നതിനേക്കാളും 10 times ഡബിൾ ആയിട്ട് അത് എഫക്റ്റീവ് ആവും. സോ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ ടയേർഡ് ആവുക, അതുപോലെ CP ഫീൽ ചെയ്യുന്ന ടൈമിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അത് നമുക്ക് 10 times എഫക്റ്റീവ് ആണ്. ആൻഡ് ദ ഫോർത്ത് ടെക്നിക് ഈസ് ആർഗ്യുമെൻ്റൽ മെത്തേഡ്. ആർഗ്യുമെൻ്റൽ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾക്ക് പെട്ടെന്ന് ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടയേർഡായി ഇനി നാളേക്ക് അത് മാറ്റി വെക്കാം എന്നുള്ള ഒരു തിങ്കിങ് വരാണ്. അപ്പോൾ നമ്മൾ ബ്രെയിനോട് ആർഗ്യൂ ചെയ്യുക, ലൈക്ക് ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കിത് പറ്റും. ലൈക്ക് നമ്മളൊരു ഹീറോ ആയി കൺസിഡർ ചെയ്തിട്ട് ബ്രെയിനോട് ആർഗ്യൂ ചെയ്യുക, ലൈക്ക് എനിക്കിത് പറ്റും എന്നുള്ള ഒരു ആർഗ്യുമെൻറ്റിൽ എത്തുക. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതിനനുസരിച്ച് ബ്രെയിന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. ബ്രെയിൻ മനസ്സിലാക്കും, ഓ ദാറ്റ് ഈസ് റൈറ്റ് എന്നുള്ള ഒരു കൺസിഡറേഷനിൽ എത്തും. സോ അപ്പോൾ ആർഗ്യുമെൻ്റൽ ത്രൂ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിനെ റിപ്പയർ ചെയ്യാം, നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാമിങ് ചെയ്യാം. സോ നമ്മൾ റീപ്രോഗ്രാമിങ് ചെയ്യാനുള്ള 4 ടെക്നിക്സ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ ഇസ് റെപ്പറ്റീഷൻ. നമ്മൾ എന്തൊരു കാര്യവും റിപ്പീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് വിഷ്വലൈസേഷൻ. നമ്മൾ എന്തൊരു കാര്യം, നമ്മൾ എന്താണ് ഫ്യൂച്ചറിൽ ആവാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. ആൻഡ് ദ തേർഡ് വൺ ഇസ് ബൗഡോയിങ് ടെക്നിക്. നമ്മൾ എന്തൊരു കാര്യവും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹലോ ഹലോ ഓഡിയോ ബ്രേക്ക് ആവുന്നുണ്ട്. ഹലോ കേൾക്കാം, ഇപ്പൊ നന്നായി clear കേൾക്കാം. ചെയ്തോളൂ. ഇറ്റ് ഈസ് ഓക്കെ, ഓഡിബിൾ. കണ്ടിന്യൂ. ബൗഡോയിങ് ടെക്നിക് എന്ന് വെച്ചാൽ നമ്മൾ ടയേർഡ് ആവുന്ന ടൈമിൽ, നമ്മൾ സ്ലീപ്പി ഫീൽ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ബ്രെയിനെ റീപ്രോഗ്രാമിങ് ചെയ്യുക. ആൻഡ് ഫൈനൽ ടെക്നിക്ക് പറഞ്ഞത് ആർഗ്യുമെന്റൽ മെത്തേഡ്. നമ്മൾ
ബ്രെയിനിട്ട് ആർഗ്യൂ ചെയ്യുക, നമ്മൾ ട്രീറ്റ് യുവർ ആസ് ആൻ ഹീറോ, നമ്മളെ തന്നെ ഒരു ഹീറോ ആയി കൺസിഡർ ചെയ്ത് ബ്രെയിനോട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യിപ്പിക്കുക. സോ ദാറ്റ് ഈസ് സബ് മൈൻഡിനെ റീപ്രോഗ്രാമിങ് ചെയ്യാനുള്ള 4 മെത്തേഡ്സ് ആണിത്. നെക്സ്റ്റ് വൺ ഈസ് ടൈം മാനേജ്മെന്റ്. നമുക്കറിയാം, എനിക്കും നിങ്ങൾക്കും എലൻ മസ്കിനും ഒരേ 24 hours ആണുള്ളത്. വാട്ട് മാറ്റേഴ്സ് ഇസ് നമ്മൾ അത് എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആർക്കും ഒരു ബോണസ് 5 hours 10 hours ഒന്നും കൊടുക്കുന്നില്ല. സോ നമ്മൾ അത് എങ്ങനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്നതിലാണ് കാര്യം. സോ നമുക്ക് എങ്ങനെ ടൈം എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാമെന്ന് നോക്കാം. സോ ദർ ആർ മെനി പ്രിൻസിപ്പിൾസ് ഓഫ് ടൈം മാനേജ്മെന്റ്. നമ്മൾ ടൈം മാനേജ് ചെയ്യാനുള്ള ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്. കാരണം എന്തൊരു കാര്യമാവട്ടെ, നമ്മളിപ്പോൾ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ അല്ല, ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. എന്തൊരു കാര്യത്തിൽ നമുക്ക് ടൈം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. സോ അത് മാനേജ് ചെയ്യാന്നുള്ളത് നമ്മുടെ ലൈഫിൽ തന്നെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള പാർട്ടാണ്. സോ ടൈം മാനേജ്മെന്റിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ അവോയ്ഡ് പ്രൊക്കാസ്റ്റിനേഷൻ. നമ്മൾ എന്തൊരു കാര്യം നാളേക്ക് മാറ്റി വെക്കുന്ന ശീലം ഇതാക്കുക. കാരണം ഇപ്പൊ എന്തൊരു അസൈൻമെന്റ് കിട്ടുകയാണെങ്കിലും നമ്മൾ ഫസ്റ്റ് നോക്കുക, എന്നാണ് ഡ്യൂ ഡേറ്റ് എന്നാണ് നോക്കുക. ബട്ട് ഡ്യൂ ഡേറ്റ് എന്നാണെന്ന് നോക്കുക. സോ അതിന്റെ കുറച്ച് മുമ്പത്തെ ദിവസം ചെയ്യാം എന്നുള്ളൊരു മാറ്റി വെക്കുന്ന ശീലം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാം, മാറ്റി വെക്കുന്ന ശീലം. ഈ മാറ്റി വെക്കുന്നതിലൂടെ നമ്മൾ സ്ട്രെസ്സും കൂടെയാണ്. കാരണം ഇനി അത് പെൻഡിങ്ങിൽ ഉണ്ടല്ലോ എന്ന ഒരു കൺസെപ്റ്റ് നമ്മളെ മൈൻഡിൽ ഇങ്ങനെ നമ്മളറിയാണ്ട് നമ്മളെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ എന്തൊരു കാര്യവും നമ്മൾ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുന്ന അവോയ്ഡ് ചെയ്യണം. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ സെറ്റിംഗ് എ ടേബിൾ. നമ്മളൊരു ടേബിൾ സെറ്റ് ചെയ്യണം. അപ്പൊ ടേബിൾ സെറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് തിങ് എന്ന് വെച്ചാൽ സെറ്റ് യുവർ ഗോൾ ഓൺ മൈൻഡ്. നമ്മളെ മൈൻഡിൽ നമ്മളെ ഗോള് സെറ്റ് ചെയ്യാം. നമ്മൾ എന്താവണം, ആരാവണം എന്നൊരു ക്ലിയർ വിഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. അത് നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്യണം. സോ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് അതൊരു ട്രൂ ഡെസ്റ്റിനേഷൻ നിങ്ങളെ മനസ്സിലുണ്ടാവണം. സോ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഗോൾ മൈൻഡിൽ സെറ്റ് ചെയ്യുക എന്നതാണ്. സെക്കൻഡ് വൺ ഈസ് നോട്ട് ഇറ്റ് ഇൻ എ പേപ്പർ. എന്തുകൊണ്ടാണ് പേപ്പറിൽ നോട്ട് ചെയ്യണം എന്ന് പറയുന്നത് വെച്ചാൽ നമ്മളെ ഒരു പേപ്പറിൽ എഴുതുമ്പോൾ നമ്മുടെ ബ്രെയിന് 10 times ഷാർപ്പറാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നോർമലി നമ്മൾ തിങ്ക് ചെയ്യുന്നേക്കാളും 10 times ഷാർപ്പറായിട്ട് അത് സബ് കോൺഷ്യസ് മൈൻഡിൽ സേവ് ആവും. സോ നമ്മൾ എന്തൊരു കാര്യം, നമ്മളെ ഡെസ്റ്റിനേഷൻ, നമ്മൾ എവിടെ എത്തേണ്ടതെന്നുള്ളത് നമ്മൾ പേപ്പറിൽ അല്ലെങ്കിൽ ഒരു നോട്ട് പാഡിൽ നോട്ട് ചെയ്തിരിക്കണം. ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ് മേക്ക് ഡെഡ്ലൈൻസ്. അപ്പം നമ്മൾ ആദ്യം നോട്ട് ചെയ്യണം നമ്മളെ ഡെസ്റ്റിനേഷൻ എന്താണ്. സോ എങ്ങനെ ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ എന്തൊക്കെ മെഷേഴ്സ് ആണ് എടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ പേപ്പറിൽ നോട്ട് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓരോ പ്രോസസ്സിനും നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള ഡെഡ് ലൈൻസ് കൊടുക്കുക. സോ ഈ ഡെഡ് ലൈൻസിന്റെ മുമ്പ് നമ്മൾ ആ ഒരു പ്രോസസ്സ് ഫിനിഷ് ചെയ്യണം എന്ന ഒരു ഡിസയർ നമ്മളെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. സോ പ്രോപ്പർ ആയിട്ടുള്ള ഡെഡ് ലൈൻസ് കൊടുക്കുന്നതിൽ കൂടെ നമുക്ക് എന്താ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ആ ഒരു ഫിക്സഡ് ടൈമിൻ്റെ ഉള്ളിൽ തീർക്കും. സോ ഫോർത്ത് പോയിന്റ്, നമ്മൾ സെറ്റിംഗ് എ ടേബിളിലെ ഫോർത്ത് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലിസ്റ്റ് ഔട്ട് ദ ആക്ഷൻ. നമ്മൾ സെൽഫ് അനലൈസ് ചെയ്യാനുള്ള സ്റ്റെപ്പാണിത്. നമ്മൾ എന്തൊക്കെ ആക്ഷൻസ് ചെയ്തു, എന്തൊക്കെ നമ്മൾ ഡെഡ് ലൈനിന് മുമ്പ് ചെയ്തു, എന്തൊക്കെ നമ്മളെ പ്രോഗ്രസ്, നമ്മളെ ഡെയിലി ഇമ്പാക്ട് എന്തൊക്കെ വരുത്തി എന്ന് നമ്മൾ ആക്ഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക, നമ്മൾ സെൽഫായിട്ട് അനലൈസ് ചെയ്യുക. സോ ആൻഡ് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് നമ്മളെ ഡെഡ് ലൈനിന് മുമ്പ് ഫിനിഷ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ അതൊരു ഹാബിറ്റാക്കി മാറ്റുക. നമ്മൾ അതൊരു ഡെയിലി ലൈഫിൻ്റെ പാർട്ടാക്കി മാറ്റി അതൊരു ഹാബിറ്റായിട്ട് മാറ്റുക എന്നതാണ് നമ്മളെ ഫൈനൽ സ്റ്റെപ്പ്. ആൻഡ് ദ തേർഡ് പ്രിൻസിപ്പിൾ, നമ്മളെ ടൈം മാനേജ്മെന്റിന്റെ തേർഡ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ പ്ലാൻ എവറി ഡേ ഇൻ അഡ്വാൻസ്. നമ്മൾ എല്ലാ ദിവസവും പ്രീ പ്ലാൻ ചെയ്യണം. നമ്മൾ രാത്രി ഇപ്പോൾ നാളത്തെ കാര്യങ്ങൾ നമ്മൾ രാത്രി തന്നെ നാളെ എന്തൊക്കെയാണ് നാളത്തെ ഷെഡ്യൂള് നമ്മൾ ക്രിയേറ്റ് ചെയ്തിടണം. സോ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണീറ്റാൽ ഇനി എന്ത് ചെയ്യണമെന്ന് നമ്മൾ ആ ഒരു തിങ്ക് ചെയ്യുന്ന ടൈം കൂടെ നമുക്ക് അവിടെ സേവ് ചെയ്യാം. സോ നമ്മൾ പ്രീ പ്ലാൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ടൈം എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം.
And the final principle is ABCDE technique. ABCDE technique എന്ന് വെച്ചാൽ ഒരു പ്രയോറിറ്റി ടെക്നിക്കാണ്. നമ്മൾ ഫസ്റ്റ്ലി നമ്മൾ ഒരു ലിസ്റ്റ് ചെയ്തല്ലോ, നമ്മൾ നോട്ട് പാഡിൽ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു. ആ ലിസ്റ്റ് ഔട്ട് ചെയ്ത കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി, ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യം നമ്മൾ A എന്ന് മാർക്ക് ചെയ്യാം. പിന്നെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മൾ B എന്ന് മാർക്ക് ചെയ്യാം. പിന്നെ നമ്മൾ CDE ഓരോ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ആക്ടിവിറ്റീസിനും ഒരേ ഈക്വൽ ആയിട്ടുള്ള സമയം കൊടുക്കുന്നതിന് പകരം, കാരണം ചില ആക്ടിവിറ്റീസ് ചിലപ്പം ഹാർഡ് ആയിരിക്കാം, ചില ആക്ടിവിറ്റീസ് ഈസി ആയിരിക്കും. സോ എല്ലാ ആക്ടിവിറ്റീസിനും ഒരേപോലെ ഈക്വൽ ആയിട്ട് നമ്മൾ ടൈം കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ പ്രയോറിറ്റി ആയിട്ട് നമ്മൾ സെലക്റ്റീവായി ചെയ്താൽ നമുക്ക് പ്രയോറിറ്റി കൊടുത്ത കാര്യങ്ങൾക്ക് നമുക്ക് കൂടുതലായിട്ട് ടൈം കൊടുക്കാം. സോ നമുക്ക് ടൈം അതിലൂടെ എഫക്റ്റീവ് ആക്കാം. സോ നമ്മൾ ടൈം മാനേജ്മെന്റിൽ പറഞ്ഞ പ്രിൻസിപ്പിൾസ്, ഫസ്റ്റ് വൺ ഇസ് അവോയ്ഡ് പ്രൊക്കാസ്റ്റിനേഷൻ, നമ്മൾ നാളേക്ക് മാറ്റി വയ്ക്കുന്ന ശീലം ഒഴിവാക്കുക. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് സെറ്റിംഗ് എ ടേബിൾ. നമ്മൾ ടേബിൾ സെറ്റ് ചെയ്യാൻ ഫസ്റ്റ് വേണ്ടത് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുക എന്നതാണ്. പിന്നെ നമ്മൾ അത് ഒരു പേപ്പറിൽ നോട്ട് ചെയ്യുക എന്നതാണ്. ആൻഡ് തേർഡ് വൺ ഇസ് മേക്ക് ഡെഡ് ലൈൻസ്. നമ്മൾ ഡെഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്ത് നമ്മളെ ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആക്കുക. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് സെൽഫ് അനലൈസേഷൻ, അല്ലെങ്കിൽ ലിസ്റ്റ് ഔട്ട് ദി ആക്ഷൻസ്. നമ്മൾ ആക്ഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അത് നമ്മൾ സെൽഫ് അനലൈസ് ചെയ്യുക എന്നതാണ്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് ഹാബിറ്റ്. നമ്മൾ മേക്ക് ഇറ്റ് ആസ് എ ഹാബിറ്റ്. നമ്മൾ എന്തൊരു കാര്യം, ഇപ്പോൾ ഒരു റീഡിങ് ആയിക്കോട്ടെ, നമ്മളത് കോൺസ്റ്റന്റ് ആയിട്ട് 21 days നമ്മൾ ഒരേ പർട്ടിക്കുലർ ടൈമിൽ രാവിലെ എണീറ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതൊരു ഹാബിറ്റായി മാറും. സോ നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ ഹാബിറ്റ് കൾട്ടിവേറ്റ് ചെയ്യാൻ നോക്കാം. സോ ഹാബിറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ലൈഫിന് ഒരുപാട് ചേഞ്ചസ് തന്നെ നമുക്ക് കാണാം. ഓരോ ദിവസം ഓരോ ഹാബിറ്റ് വെച്ച് മാറ്റിയാൽ തന്നെ നമ്മുടെ ലൈഫ് ഒരു 30 days ഉള്ളിൽ നമ്മൾ തിങ്ക് ചെയ്യുന്നേക്കാളും അപ്പുറത്ത് റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് തേർഡ് പ്രിൻസിപ്പിൾ ഇസ് പ്ലാൻ എവറി ഡേ ഇൻ അഡ്വാൻസ്. നമ്മൾ ഓരോ ദിവസത്തിന് മുമ്പ് അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നതിന് നമ്മൾ ടൈം എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ദ ഫോർത്ത് ടെക്നിക് ഇസ് ABCDE ടെക്നിക്. നമ്മൾ പ്രയോറിറ്റി കൊടുത്തിട്ട് ടൈം എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യുക എന്നതാണ്. നൗ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് എഫക്റ്റ്. കോമ്പൗണ്ടിങ് എഫക്റ്റിനെ നമുക്ക് സ്നോബോൾ എഫക്റ്റ് അല്ലെങ്കിൽ ഡോമിനോ എഫക്റ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. സോ കോമ്പൗണ്ടിങ് എഫക്റ്റിനെ കുറിച്ച് ഐൻസ്റ്റീൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കോമ്പൗണ്ടിങ് എഫക്റ്റ് ആണ് 8th wonder ഓഫ് ദി എർത്ത്. നമ്മളെ എർത്തിന്റെ അല്ലെങ്കിൽ വേൾഡിന്റെ 8th wonder എന്ന് പറയുന്ന ഐൻസ്റ്റീൻ പറയുന്നത് കോമ്പൗണ്ടിങ് എഫക്റ്റ്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. സോ കോമ്പൗണ്ടിങ് എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാവാൻ ഞാനൊരു സ്റ്റോറിയിലൂടെ അതൊന്ന് പിക്ചറൈസ് ചെയ്യാം. ഒരു സ്ഥലത്ത് ഒരു കിങ് ഉണ്ടായിരുന്നു. കിങ് എന്ന് വെച്ചാൽ ചെസ്സ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു, എന്നും ചെസ്സ് കളിക്കുന്ന ഒരാളായിരുന്നു. സോ ചെസ്സ് ഇൻവെന്റ് ചെയ്ത ആളെ കണ്ടുപിടിച്ച് അയാൾക്ക് എന്തെങ്കിലും ഒരു റിവാർഡ് കൊടുക്കാമെന്ന് കിങ് ആലോചിച്ചു. അങ്ങനെ രാജാവ് ആ ചെസ്സ് കണ്ടുപിടിച്ച ആളെ അന്വേഷിച്ച് നോക്കി. അപ്പൊ ആ ആള് വന്നു. സോ അയാളോട് ചോദിച്ചു, എന്താണ് നിനക്ക് വേണ്ടത്? എനിക്ക് ചെസ്സ് ഭയങ്കര ഇഷ്ടമാണ്, സോ നീ എന്താണ് നിനക്ക് റിവാർഡായിട്ട് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം മറുപടി പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ചെസ് ബോർഡില് 64 സ്ക്വയേഴ്സ് ആണുള്ളത്, 64 സ്ക്വയേഴ്സ് ആണുള്ളത്. സോ ഓരോ സ്ക്വയറിലും ഓരോ അരമണി വീതം, അത് അടുത്ത സ്ക്വയറിൽ എത്തുമ്പോൾ ഡബിൾ ആവുന്ന തരത്തിൽ എനിക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോ രാജാവ് വളരെ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, ലൈക്ക് ഇനി നീ എന്നെ ആക്ഷേപിക്കുകയാണോ? നിനക്ക് എന്ത് വേണമെങ്കിലും, വൈരങ്ങളും രക്തങ്ങളും വേണമെങ്കിൽ ഞാൻ തരാം. ബട്ട് അപ്പോഴും ഈ ചെസ്സ് കണ്ടുപിടിച്ച ആൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, എനിക്ക് ഇത് മാത്രം മതി എന്നാണ്. അപ്പോൾ രാജാവ് കോപിഷ്ഠനാവുകയും അയാളെ ജയിലിൽ അടക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ രാജാവിന്റെ മന്ത്രി വന്ന് പറഞ്ഞു, നമ്മൾ വിഡ്ഢി എന്ന് കരുതി ജയിലിൽ അടച്ച അദ്ദേഹം ആണ് ഏറ്റവും വലിയ മഹാൻ. കാരണം അദ്ദേഹം ചോദിച്ചത്ര ഭക്ഷണധാന്യങ്ങൾ ഈ ലോകത്തിലെ ആർക്കും കൊടുക്കാൻ പറ്റില്ല എന്നാണ്. റീസൺ എന്താന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മളെ ചെസ് ബോർഡിൽ 64 സ്ക്വയേഴ്സ് ആണുള്ളത്. അപ്പൊ ഫസ്റ്റ് സ്ക്വയറിൽ നമ്മൾ 1 ആണെങ്കിൽ സെക്കൻഡ് സ്ക്വയറിൽ അത് ഡബിൾ ആവും, പിന്നെ 2 ആവും, 4 ആവും, 8, 16,
30 to 64. അപ്പോൾ 64th സ്ക്വയറിലെത്തുമ്പോൾ അത് ഒരു 20 ഡിജിറ്റ് നമ്പർ ആയി മാറും. കാരണം ഇവിടെ നമ്മൾ കാണിക്കുന്നത് കോമ്പൗണ്ടിങ് എഫക്റ്റിന്റെ പവറാണ്. സോ അത് നമ്മൾക്ക് ഒരു 300 ട്രില്യൺ US$ വർത്ത് വരും. നമ്മൾ ഈ എർത്തിലുള്ള മൊത്തം അസറ്റ് കൂട്ടിയാലും നമുക്ക് കിട്ടാത്ത അത്രയും ക്യാഷാണ് ആ ഒരു എമൗണ്ട്. സോ ഇവിടെ നമ്മൾ പറയുന്നത് കോമ്പൗണ്ടിങ് എഫക്റ്റിന്റെ പവറാണ്. മേ ബി ഫസ്റ്റ് പ്രോസസ് ഒക്കെ സ്ലോ ആയിരിക്കും, ഫസ്റ്റ് 1 to 2. സോ അത് ഒരു സ്ലോ പ്രോസസ് ആണെന്ന് നമ്മൾ വിചാരിക്കും. ബട്ട് ആ ഔട്ട്കം പറയുന്നത് അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാസീവ് ബിഗ് ആണ്. സോ നമുക്ക് അത് ഒരു ഗ്രാഫിൽ നോക്കിയിട്ട് പിക്ചറൈസ് ചെയ്യാം. ഹലോ, ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്, കണ്ടിന്യൂ ചെയ്തോ. ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു കോമ്പൗണ്ടിങ് എഫക്റ്റിന്റെ ഗ്രാഫ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഗ്രോത്ത് എന്ന് വെച്ചാൽ വളരെ സ്ലോ ആണ്. ഗ്രോത്ത് വളരെ സ്ലോ ആണ്. കാരണം നമ്മളെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 7 ഇയേഴ്സിലെ ഗ്രോത്ത് വെറും 20 ആണ് ഇതിന്റെ ഗ്രോത്ത് വന്നിട്ടുള്ളത്. ബട്ട് ഈ ഒരു പെർട്ടിക്കുലർ ടിപ്പിംഗ് പോയിന്റ് വരെ നമ്മളെ പ്രോസസ്സ് വളരെ സ്ലോ ആയിരിക്കും. നമുക്കിവിടെ കാണാൻ പറ്റും ഫസ്റ്റ് 7 ഇയേഴ്സിൽ നമുക്ക് റീച്ച് ചെയ്തിട്ടുള്ളത് വെറും 20 ആണ്. ബട്ട് ഈ ഒരു പെർട്ടിക്കുലർ ടിപ്പിംഗ് പോയിന്റ് കഴിഞ്ഞുള്ള നെക്സ്റ്റ് 5 ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അതൊരു 100 റീച്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു 20 മുതൽ നമ്മളൊരു 100, ഒരു 18 ഡിഫറൻസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഈ ഒരു പെർട്ടിക്കുലർ ടിപ്പിംഗ് പോയിന്റ് എത്തുന്നവരെ നമ്മളെ പ്രോസസ്സ് വളരെ സ്ലോ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഒരു വർക്ക്ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു വർക്ക്ഔട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡേ വർക്ക്ഔട്ട് ചെയ്യും. സെക്കൻഡ് ഡേ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാര്യമായിട്ട് നമുക്ക് പ്രോഗ്രസ് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എഫക്റ്റീവ് അല്ല എന്ന് വിചാരിച്ച് നമ്മൾ ക്വിറ്റ് ചെയ്യും. പക്ഷെ നമുക്കറിയില്ല ഒരു ടെപ്പിംഗ് പോയിന്റ്, പെർട്ടിക്കുലർ ടെപ്പിംഗ് പോയിന്റ് എത്തുന്നവരെ ഇതൊരു സ്ലോ പ്രോസസ് ആയിരിക്കും. ബട്ട് ഈ ഒരു ടെപ്പിംഗ് പോയിന്റ് എത്തിയാൽ ഒരു ഫാസ്റ്റ് ഗ്രോത്ത്, റാപ്പിഡ് ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ബാംബു ഹൈറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം ബാംബു ട്രീന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ ബാംബു ട്രീ നമ്മൾ വിത്ത് വിതച്ച ടൈമിൽ നമ്മൾ ഫസ്റ്റ് ഇയർ നന്നായിട്ട് വാട്ടർ ചെയ്യും, സെക്കൻഡ് ഇയറും വാട്ടർ ചെയ്യും. അങ്ങനെ 5 ഇയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് വാട്ടർ ചെയ്താലും അതിന് കാര്യമായിട്ട് പ്രോഗ്രസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള പ്രോഗ്രസ്സേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 5 ഇയേഴ്സിന്റെ ഇടയിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡേയ്സ് അല്ലെങ്കിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വാട്ടർ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് വളരില്ല എന്ന് വിചാരിച്ച് നമ്മൾ വാട്ടർ ചെയ്യുന്നത് നിർത്തിയാൽ നമുക്ക് ഒരിക്കലും എന്ത് കാണാൻ പറ്റില്ല, നമ്മൾ ആ ഒരു ബാംബു ട്രീ നമുക്ക് അത് നശിക്കും. ബട്ട് ഒരു 5 ഇയേഴ്സ് ആ 5 ഇയേഴ്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് 4 മന്ത്സ് അതിന് റാപ്പിഡ് ഗ്രോത്ത് ആയിരിക്കും. അത് 19 ഫീറ്റ് ഹൈറ്റ് വരെ അത് എത്തും. കാരണം എന്താന്ന് വെച്ചാൽ ഇതിന്റെ പെർട്ടിക്കുലർ ടിപ്പിംഗ് പോയിന്റ് 5 ഇയറിലാണ്. ആ ഒരു 5 ഇയർ കഴിഞ്ഞാൽ 4 മന്ത്സ് കൊണ്ട് അത് 19 ഫീറ്റ് കവർ ചെയ്യും. സോ ബാംബു ഹൈറ്റ് നമ്മളെ കോമ്പൗണ്ടിങ് എഫക്റ്റിന് നമ്മൾ പറഞ്ഞ പോലെ എന്തൊരു കാര്യത്തിനും പാർട്ടിക്കുലർ ടിപ്പിംഗ് പോയിന്റ് ഉണ്ട്. സോ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ഇപ്പൊ നമുക്ക് ഇവിടെ ലയണൽ മെസ്സിയുടെ വേർഡ്സ് കാണാം. ഇറ്റ് ടുക്ക് മീ 17 years and 114 days to become an overnight success. നമ്മൾ കാണുന്ന എല്ലാതും നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പേരെ കാണുന്നുണ്ട്. ഈവൻ നമ്മൾ ഒരുപാട് ഡിസ്കവറീസിലും നമുക്ക് കാണാം ഒരുപാട് ഫെയിൽഡ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് നമ്മൾ കാണില്ല. ബട്ട് നമ്മൾ കാണുന്ന സക്സസ് ആവുന്നത് മാത്രമാണ്. സോ എന്തൊരു കാര്യത്തിനും ടൈം എടുക്കും. വി നെവർ ക്വിറ്റ്, നമ്മൾ ക്വിറ്റ് ചെയ്യരുത് എന്നാണ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം. സോ ഒരു പെർട്ടിക്കുലർ ടിപ്പിംഗ് പോയിന്റ് എത്തുന്നവരെ മേ ബി പ്രോസസ് സ്ലോ ആയിരിക്കാം. എനിവേ നമ്മൾ ക്വിറ്റ് ചെയ്യാണ്ട് നമ്മൾ ചെറുതായി സ്റ്റാർട്ട് സ്മോൾ, ബട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ റെഗുലർ ആയിട്ട് അതിൽ വർക്ക് ചെയ്യുക. നമുക്ക് ടിപ്പിംഗ് പോയിന്റ് എത്തിയാൽ നമുക്ക് മിറാക്കിൾ തന്നെ കാണും. കാരണം റിസൾട്ട്സ് നമ്മൾ
നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിൻ്റെ അപ്പുറമായിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട്. നമ്മളൊരു ടിപ്പിംഗ് പോയിന്റിൽ എത്തിയാൽ പിന്നെ അതൊരു ഫാസ്റ്റ് ഗ്രോത്ത് ആയിരിക്കും. സോ ഡു എവറിത്തിങ് ഇൻറ്റൻഷൻലി. നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻറ്റൻഷനായിട്ട് ചെറുതായി തുടങ്ങുക. നമ്മൾ ഒരിക്കലും ക്വിറ്റ് ചെയ്യാണ്ട് നമ്മൾ പ്രോഗ്രസ് കാണുന്നില്ലല്ലോ എന്ന ഒരു തിങ്കിൽ അല്ലെങ്കിൽ ഒരു മെൻറ്റാലിറ്റിയിൽ എടുക്കാണ്ട് വൺ ഡേ ഇറ്റ് വിൽ വർക്ക്സ് എന്ന് ബിലീവ് ചെയ്തുകൊണ്ട് നമ്മൾ ടിപ്പിംഗ് പോയിന്റ് എത്തുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. സോ കോമ്പൗണ്ടിങ് എഫക്റ്റ് എന്ന് വെച്ചാൽ നമ്മളെ ലൈഫിൽ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ മാത്രമല്ല, നമ്മൾ ഫൈനാൻസ് ആയിട്ട് ഇടപാട് ചെയ്യുമ്പോൾ മാത്രമല്ല, നമ്മളെ ലൈഫിൽ എന്തൊരു കാര്യം, ഈവൻ സ്റ്റഡീസ് ആയിക്കോട്ടെ, എന്തൊരു കാര്യത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടർഫുൾ എഫക്റ്റ് തന്നെയാണ് കോമ്പൗണ്ടിങ് എഫക്റ്റ് എന്നത്. നെക്സ്റ്റ് സെഷൻ ഈസ് ആക്റ്റീവ് ഇൻകം ആൻഡ് പാസീവ് ഇൻകം. സോ ആക്റ്റീവ് ഇൻകം ആൻഡ് പാസീവ് ഇൻകം എന്താണെന്ന് മനസ്സിലാവാൻ നമുക്കൊരു ചെറിയ ഒരു സ്റ്റോറിയിലൂടെ ഞാൻ അത് ഒരു ക്ലിയർ വിഷൻ തരാം. ഒരു വില്ലേജിൽ 2 കുട്ടികളുണ്ടായിരുന്നു. ഒരാളുടെ പേര് പാബ്ലോ, ഒരാളുടെ പേര് ബ്രൂണോ. സോ ആ ഒരു വില്ലേജ് നേരിടുന്ന ഒരു പ്രശ്നം, പെട്ടെന്ന് വാട്ടർ സ്കേഴ്സിറ്റി വന്നു. വാട്ടർ സ്കേഴ്സിറ്റി വന്നപ്പോൾ ആ വില്ലേജിൻ്റെ മേയർ ഒരു ഡിക്ലറേഷൻ എടുത്തു. മൗണ്ടിയിൽ നിന്ന് എത്ര ബക്കറ്റ് വെള്ളം കൊണ്ടിരുന്നു അത്രയും റിവാർഡ് അവർക്ക് കൊടുക്കുമെന്ന്. സോ ഈ പാബ്ലോയും ബ്രൂണോയും നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള കുട്ടികളാണ്. സോ അവർ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചു. സോ അവർ ഈ ഒരു ഡ്യൂട്ടി ഏറ്റെടുക്കുകയും വെള്ളം കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തു. സോ ഡേ ബൈ ഡേ അവർ ബക്കറ്റിൽ ഓരോ ബക്കറ്റ് വാട്ടർ ഇതും കൊണ്ടുവരും. അവർക്ക് ഡെയിലി വേജ് കിട്ടാനും തുടങ്ങി. സോ ഫസ്റ്റ് ഡേ അവർ ചെറിയ ബക്കറ്റ് കൊടുന്ന്, സെക്കൻഡ് ഡേ അവരെന്ത് വലിയ വലിയ ബക്കറ്റായി മാറ്റാൻ തുടങ്ങി. സോ ഡേ ബൈ ഡേ ബ്രൂണോയും പാബ്ലോയും ഹാർഡ് വർക്കിംഗ് ആയിട്ട് വാട്ടർ കൊണ്ടുവരികയും അവർക്ക് വേജ് കിട്ടുകയും തുടങ്ങി. ബട്ട് പാബ്ലോയുടെ ഹെൽത്ത് എന്ന് വെച്ചാൽ ഹെൽത്ത് വളരെ വീക്ക് ആവാൻ തുടങ്ങി. കാരണം ഈ മൗണ്ടെയിൻ ടു വില്ലേജ് വരെ കൊണ്ടുവരിക എന്ന് വെച്ചാൽ കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. മസിൽസിനൊക്കെ വീക്ക് ആവാൻ തുടങ്ങി. സോ പാബ്ലോക്ക് ഒരു ഐഡിയ വന്നു, എന്തുകൊണ്ട് മൗണ്ടെയിൻ ടു വില്ലേജ് വരെ ഒരു പൈപ്പ് ലൈൻ സെറ്റ് ചെയ്തുകൂടാ, പൈപ്പ് ലൈൻ ത്രൂ നമുക്ക് വാട്ടർ എത്തിച്ചുകൂടാന്ന് പാബ്ലോ തിങ്ക് ചെയ്തു. പാബ്ലോ ഈ ഒരു കാര്യം ബ്രൂണോയോട് പറഞ്ഞു. സോ ബ്രൂണോ പറഞ്ഞു, നമുക്ക് ഈ ഒരു ഇതിൽ ഒരിക്കലും പെട്ടെന്ന് സക്സസ്ഫുൾ ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സോ പാബ്ലോ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു ഐഡിയ ക്വിറ്റ് ചെയ്യാണ്ട് ഇതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ബ്രൂണോ 1 ഡേ 2 ബക്കറ്റ് കൊണ്ടുവരുന്ന സമയത്ത് പാബ്ലോ 1 ബക്കറ്റ് കൊടുന്ന് ബാക്കിയുള്ള ടൈം ഈ പൈപ്പ് ലൈൻ്റെ കൺസ്ട്രക്ഷനിൽ ഇൻവോൾവ് ആയി. സോ ഡേ ബൈ ഡേ പാബ്ലോ ഈ ഒരു പൈപ്പ് ലൈനിൽ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ പാബ്ലോനെക്കാളും ബ്രൂണോ ഒരുപാട് റിച്ചറായി. കാരണം കൂടുതൽ വേജസ് ബ്രൂണോ ഉണ്ടാക്കാൻ തുടങ്ങി. സോ പാബ്ലോ ഒരു 3 ഇയേഴ്സ് എടുത്തു ആ ഒരു പൈപ്പ് ലൈന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ 3 ഇയേഴ്സ് കഴിഞ്ഞു, പാബ്ലോ പൈപ്പ് ലൈന് വർക്ക് ചെയ്യാൻ തുടങ്ങി. സോ പാബ്ലോ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവരാൻ നിർത്തിയിട്ട് പൈപ്പ് ലൈനിലായി. ബട്ട് ബ്രൂണോക്ക് ആ ടൈമിൽ ഹെൽത്ത് ഒക്കെ വീക്ക് ആവാൻ തുടങ്ങി. സോ ഇവിടെ എന്താന്ന് വെച്ചാൽ പാബ്ലോ എന്താ ചെയ്തെന്ന് വെച്ചാൽ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു. അന്ന് ആ ദിവസത്തേക്കുള്ളത് ബക്കറ്റിൽ വെള്ളം കൊടുന്ന് ബാക്കിയുള്ള ടൈം ഫ്യൂച്ചറിൽ ഒരു അസറ്റ് ഉണ്ടാക്കി. സോ ആ ഒരു വെള്ളം അപ്പോൾ ഇപ്പോൾ മാറ്റർ ചെയ്യുന്ന ഓരോ തുള്ളി വെള്ളത്തിനും പാബ്ലോക്ക് ക്യാഷ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ പാബ്ലോക്ക് ഇനി ഇപ്പോൾ പാബ്ലോന്റെ പ്രസൻസ് ഇല്ലെങ്കിലും ആ ഒരു ആബ്സെൻസിലും പാബ്ലോക്ക് അവിടെ ക്യാഷ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ബ്രൂണോന്റെ ഹെൽത്ത് വീക്ക് ആയതുകൊണ്ട് ചെറിയ ബക്കറ്റായി, വലിയ ബക്കറ്റ് മാറി ചെറിയ ബക്കറ്റായി. സോ ആക്റ്റീവ് ഇൻകം എന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി കിട്ടുന്ന വേജ്, ഡെയിലി നമ്മൾ വർക്ക് ചെയ്യുക, നമ്മൾ ഡെയിലി വർക്ക് ചെയ്തിട്ട് നമുക്ക് ഡെയിലി കിട്ടുന്ന വേജസ് ആണ് ആക്റ്റീവ് ഇൻകം. ബട്ട് പാസീവ് ഇൻകം എന്ന് വെച്ചാൽ പാസീവ് ഇൻകം എന്താന്ന് വെച്ചാൽ നമുക്ക് മേ ബി ഇന്ന് പേയ്മെന്റ് കിട്ടില്ല, ബട്ട് നമ്മളെ ഫ്യൂച്ചറിന് അതൊരു അസറ്റ് ആണ്. ഈവൻ ദോ നമ്മുടെ പ്രസൻസ് ഇല്ലെങ്കിലും നമ്മളെ ആബ്സെൻസിലും പാസീവ് ഇൻകം വർക്ക് ചെയ്യും.
സോ ആക്റ്റീവ് ഇൻകം ആൻഡ് പാസീവ് ഇൻകം നമ്മൾ ലൈഫിൽ ചെയ്യാണ്. ഹലോ, നമ്മൾ ലൈഫിൽ ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ ആക്റ്റീവ് ഇൻകം. ഈവൻ ദോ നമുക്ക് ആക്റ്റീവ് ഇൻകം ഉണ്ടെങ്കിലും നമ്മൾ 1 മന്തിൽ സേവിങ്സ് വെച്ച് നമ്മൾ അതൊരു അസറ്റ് മേക്കിങ്ങിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, ലൈക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഈവൻ ഫ്യൂച്ചർക്കായിട്ട് നമ്മൾ അസറ്റ് ഇൻവെസ്റ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അത് ഈവൻ ദോ നമുക്ക് നമ്മളെ പ്രസൻസ് അല്ലെങ്കിലും നമ്മൾ ഓൾഡ് ഏജിലായാലും നമുക്ക് ക്യാഷ് തന്നുകൊണ്ടേയിരിക്കും. സോ പാസീവ് ഇൻകം നമുക്ക് നമ്മളെ ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. Now let's look at history of money and cryptocurrency. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് വാട്ട് ഈസ് ഫൈനാൻസ്, വാട്ട് ഈസ് മണി, നമ്മൾ എല്ലാത്തിനെ കുറിച്ചും സംസാരിച്ചു. ബട്ട് നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റൊക്കെ എത്തിയെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. സോ നമ്മൾ ഒരു ഹിസ്റ്ററി ഓഫ് മണിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഒരു 18th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ് ബാർട്ടർ സിസ്റ്റം. ബാർട്ടർ സിസ്റ്റം എന്താന്ന് വെച്ചാൽ നമ്മൾ ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്തിട്ടായിരുന്നു നമ്മൾ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് കുറച്ച് വീറ്റ് വേണമെങ്കിൽ വേറെ ഒരാൾക്ക് ഒരു റൈസ് വേണമെങ്കിൽ ഞാൻ റൈസ് വാങ്ങിക്കാൻ റെഡി ആവണം, അതുപോലെ തന്നെ വീറ്റ് കൊടുക്കാനും റെഡി ആയാൽ മാത്രമേ അവിടെ ഒരു എക്സ്ചേഞ്ച് നടത്തുള്ളൂ. സോ ഒരു പെർട്ടിക്കുലർ ഡിക്കേഡ് കഴിഞ്ഞപ്പോൾ ബാർട്ടർ സിസ്റ്റം പോസിബിൾ അല്ലാണ്ട് വന്നു. സോ ബാർട്ടർ സിസ്റ്റം പോസിബിൾ അല്ലാണ്ട് വന്നപ്പോൾ അവിടെ അറൈസ് ചെയ്ത വേറൊരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ് ഗോൾഡ് ഓർ സിൽവർ മെത്തേഡ്, അല്ലെങ്കിൽ ഗോൾഡ് ഓർ സിൽവർ സിസ്റ്റം. ഗോൾഡ് ഓർ സിൽവർ സിസ്റ്റം എന്താന്ന് വെച്ചാൽ ഗുഡ്സ് വാങ്ങുമ്പോൾ ഗോൾഡ് ബാർ അല്ലെങ്കിൽ സിൽവർ ബാർ പ്രഷ്യസ് ആയിട്ടുള്ള മെറ്റൽ കൊടുത്തിട്ട് വാങ്ങുക എന്നാണ്. സോ എങ്ങനെയാ വെച്ചാൽ അപ്പോൾ ഈ ഗോൾഡും സിൽവറും ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ വെയിറ്റ് ഒക്കെ ആയതുകൊണ്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ ഒരു മീൻസ് എന്താന്ന് വെച്ചാൽ നമ്മളെ ഗോൾഡും ഇതും ക്യാരി ചെയ്യാനും ബുദ്ധിമുട്ടായി വന്നു. ഈ ഒരു കാര്യം ബുദ്ധിമുട്ടായി വന്നപ്പോൾ ഈ ആൾക്കാരൊക്കെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ലോക്കറിൽ ഈ ഗോൾഡും സിൽവറും ഒക്കെ കീപ്പ് ചെയ്തു. അപ്പോൾ ആ ഒരു ലോക്കറിൽ നമ്മുടെ ഗോൾഡ് ഉണ്ട് എന്നുള്ള എവിഡൻസിന് വേണ്ടിയിട്ട് നമുക്കൊരു റെസിപ്റ്റ് തരും. ഈ ഒരു റെസിപ്റ്റ് വെച്ചായി പിന്നെയുള്ള കാലത്തിൽ നമ്മൾ മീൻസ് ഓഫ് എക്സ്ചേഞ്ച് നടത്തിയത്. ആ ഒരു പെർട്ടിക്കുലർ ലോക്കറാണ് പിന്നെ ബാങ്കായി ഫോം ചെയ്യുകയും ആ ഒരു പെർട്ടിക്കുലർ റെസിപ്റ്റ് നമ്മുടെ ഗവൺമെന്റ് അണ്ടർ കൺട്രോളിൽ നമ്മൾ സെൻട്രലൈസ്ഡ് ആയിട്ട് ഏറ്റെടുക്കുകയും ചെയ്തത്. സെൻട്രലൈസ്ഡ് ആയി ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ അതൊരു സെൻട്രലൈസ്ഡ് മണി സിസ്റ്റം അവിടെ അറൈസ് ചെയ്തു. സെൻട്രലൈസ്ഡ് മണി സിസ്റ്റം നമ്മൾ ആ ഒരു റെസിപ്റ്റ് ഗവൺമെന്റിന്റെ അണ്ടർ കൺട്രോളിലാക്കി അതൊരു സെൻട്രലൈസ്ഡ് മണി സിസ്റ്റം ആക്കി. സോ ഒരു 2008 വന്നപ്പോൾ ഈ ഗവൺമെന്റ് അതോറിറ്റീസ് ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ നടക്കാൻ തുടങ്ങി. ഒരുപാട് മണി എക്സ്പ്ലോയിറ്റേഷൻ നടക്കാൻ വന്നപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കൊടുന്ന ഒരു കൺസെപ്റ്റാണ് ഡീസെൻട്രലൈസ്ഡ് മണി. ഗവൺമെന്റിന്റെ പവർ ഇല്ലാണ്ട് ഒരു മണി. സോ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സിസ്റ്റമാണ് ഡീസെൻട്രലൈസ്ഡ് മണി സിസ്റ്റം. ഈ ഡീസെൻട്രലൈസ്ഡ് മണി സിസ്റ്റം നമ്മൾ സെൻട്രലൈസ്ഡ് മണി സിസ്റ്റത്തിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സെൻട്രലൈസ്ഡ് മണി സിസ്റ്റത്തിൽ ഒരു ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ, ഞാനും നിങ്ങളൊരു ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ നമ്മുടെ ഇടയിൽ നമ്മൾ ഇൻ ബിറ്റ്വീൻ അസ് ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരിക്കും. ബാങ്ക് എന്ന തേർഡ് പാർട്ടി നമ്മുടെ ഇൻ ബിറ്റ്വീൻ അസ് പ്ലേ ചെയ്യുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ അതൊരിക്കലും നമുക്കൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യില്ല. ബട്ട് ഡീസെൻട്രലൈസ്ഡ് മണി സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഞാനും നിങ്ങളും ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഇല്ല എന്നാണ്. സോ നമുക്ക് ഒരു ട്രാൻസാക്ഷൻ ID അല്ലെങ്കിൽ അഡ്രസ്സ് വെച്ചാണ്, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള അരിതമെറ്റിക് അഡ്രസ്സ് വെച്ചിട്ടാണ് അവിടെ ട്രാൻസാക്ഷൻ നടക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഡീകോഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഒന്നും ഡീകോഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ ലൈഫിൽ, നമ്മുടെ വേൾഡിൽ ഒരുപാട് ക്രിപ്റ്റോ കറൻസി അറൈസ് ചെയ്യുന്നു. ബിറ്റ്കോയിൻ അബൌട്ട് ഇൻ ജനുവരി 2021 സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് അബൌട്ട് 4000 ക്രിപ്റ്റോ കറൻസി നമ്മളെ റിയൽ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ബിറ്റ്കോയിൻ മാത്രമല്ല, ട്രോൺ, എതീറിയം, റിപ്പിൾ, അങ്ങനെ ഒരുപാട് ക്രിപ്റ്റോ കറൻസി നമ്മുടെ
റിയൽ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിയാത്ത ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ വേൾഡിലുണ്ട്. സോ എങ്ങനെ നമ്മൾ എഫക്റ്റീവായിട്ട് മണി മാനേജ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾക്ക് കിട്ടുന്ന നമ്മൾ അസറ്റ് മേക്കിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്ക് ഭാവിയിലേക്ക് അസറ്റ് ആവും, നമ്മൾ ഫ്യൂച്ചർക്ക് അസറ്റ് ആവുന്ന കാര്യത്തിൽ വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ നമുക്കറിയാം സ്റ്റോക്ക് എന്ന് വെച്ചാൽ നമ്മൾ പബ്ലിക്കലി ആയിട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനീസാണ്. അവർ പബ്ലിക്കായിട്ടുള്ള ലിസ്റ്റ് ചെയ്ത കമ്പനീസ് അവർ ഷെയർ പബ്ലിക് ആക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കമ്പനി, ഒരു പർട്ടിക്കുലർ കമ്പനി പ്രൈവറ്റ് കമ്പനിയാണ്, അതിന് ഒരു 10 ഷെയർ ഉണ്ടെന്ന് വെച്ചാൽ ഒരു 30% ഷെയർ അവർ പബ്ലിക് ആക്കുകയാണ്. പബ്ലിക് ആക്കുക എന്ന് വെച്ചാൽ IPO എന്ന് വെച്ചാൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ത്രൂ അവരെ പ്രൈവറ്റ് കമ്പനി പബ്ലിക് ആക്കുക. ആ ഒരു 30% ഷെയർ പബ്ലിക് ആക്കി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്കൊക്കെ ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് അവർ പബ്ലിക് ആക്കുകയാണ് ചെയ്യുന്നത്. സോ അതിന് നമുക്കൊക്കെ സ്റ്റോക്ക് വാങ്ങിക്കാം. സോ ഇതിൻ്റെ ഒരു ലോസും പ്രോഫിറ്റും ഒരു 50% വരെ കമ്പനിയുടെ ലോസും പ്രോഫിറ്റും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതോ 50% നമ്മൾ ഇതിൻ്റെ ഡിമാൻഡും സപ്ലൈയും സർക്കുലേഷൻ സപ്ലൈയും ബേസ് ചെയ്തിരിക്കും. അതോ 50%. ഈവൻ ദോ നമുക്ക് ഇതിലൊക്കെ ഏതൊരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള നോളജ് വേണം. സോ ഈ സ്റ്റോക്സ് അറിയാത്തവർക്ക് വരെ ഇപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് വരെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, സ്മോൾ കേസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഇൻവെസ്റ്റ് ചെയ്യാൻ. അതുപോലെ സ്റ്റോക്സ് മാത്രമല്ല, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വേൾഡിലുണ്ട്. ഈവൻ ദോ ഫോറിൻ എക്സ്ചേഞ്ച് ആയിക്കോട്ടെ, ഡ്രോപ്പ് ഷിപ്പിംഗ്, ആമസോൺ FBA, ക്രിപ്റ്റോ കറൻസി, ഡ്രോപ്പ് ഷിപ്പിംഗ്, അതുപോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ഹിഡൻ ആയിട്ട് ഇന്റർനെറ്റിലുണ്ട്. സോ നമ്മളെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്ന് നമ്മൾക്ക് പാഷനേറ്റ് ആയി തോന്നുന്നതിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് സ്റ്റഡി ചെയ്തിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടത്. സോ നമ്മൾ ഇവിടെ ഹിസ്റ്ററി ഓഫ് മണി പറഞ്ഞു, നമ്മൾ ബാർട്ടർ സിസ്റ്റത്തിൽ നിന്ന് അതൊരു ഗോൾഡ് ആൻഡ് സിൽവർ മെത്തേഡായി. ദെൻ മെറ്റൽ കോയിൻസ്, അത് പേപ്പർ മണി സെൻട്രലൈസ്ഡ് ആയി. പിന്നെ നമ്മളെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, പ്ലാസ്റ്റിക് കാർഡ്സ് ആയി മാറി. പിന്നെ അത് നമ്മൾ ഇലക്ട്രോണിക് മൊബൈൽ, നമ്മൾ ഗൂഗിൾ പേ, പേടിഎം അങ്ങനെ ആയി. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രസന്റ് ആയിട്ട് ക്രിപ്റ്റോ കറൻസിയുടെ വേൾഡിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഇന്നത്തെ ടോപ്പിക്സ് റീക്യാപ്പ് ചെയ്യുകയാണെങ്കിൽ, ഫസ്റ്റ് ഞാൻ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ്റെ റെലവൻസ് എന്താണെന്ന് പറഞ്ഞു. ദെൻ ദ പവർ ഓഫ് സബ്കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ലൈഫിൽ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. എങ്ങനെ നമ്മൾ സബ്കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാമിങ് ചെയ്യാം എന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ടൈം മാനേജ്മെൻറ്റ് നമ്മളെ ലൈഫിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ടൈം. അപ്പോൾ അത് എങ്ങനെ മാനേജ് ചെയ്യുക, അതിനുള്ള പ്രിൻസിപ്പിൾസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ കോമ്പൗണ്ടിങ് എഫക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. കോമ്പൗണ്ടിങ് എഫക്റ്റിൻ്റെ പവർ ഡിസ്കസ് ചെയ്തു. ആൻഡ് ടിപ്പിംഗ് പോയിന്റ്, ബാംബു ഹൈറ്റ് നമ്മൾ പറഞ്ഞു. ദെൻ പാസീവ് ഇൻകം ആൻഡ് ആക്റ്റീവ് ഇൻകം, നമ്മൾ പാസീവ് ഇൻകം ആക്റ്റീവ് ഇൻകം എന്താണെന്ന് പറഞ്ഞു. ദെൻ ഹിസ്റ്ററി ഓഫ് മണി ആൻഡ് ക്രിപ്റ്റോ കറൻസി, നമ്മൾ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ടുള്ള അതിൻ്റെ ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു. സോ ഐ തിങ്ക് എല്ലാവർക്കും ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്താ എന്നുള്ളൊരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. Hello. Thank you for valuable and informative talk. Now we are moving to the interacting session. So guys, if you have any doubts, you can ask her to directly, or you can type in the chat box. Hello.
Hello. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓഡിബിൾ ആണല്ലോ അല്ലേ? ഹലോ. Yes, you're audible. ഓക്കെ. Guys, please respond. You can ask her to directly, or you can type in the chat box. സ്റ്റുഡൻസിനൊക്കെ സ്മോൾ പോക്കറ്റ് മണി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യും. നമ്മൾ പറഞ്ഞു സ്റ്റോക്സിൽ സ്മോൾ കേസ് പ്ലാറ്റ്ഫോം നമുക്ക് സ്റ്റോക്സിനെ കുറിച്ച് ഡയറക്റ്റ് നോളജ് ഇല്ലെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സ്മോൾ കേസ്. If any other doubts? If no one has any other doubts, let us wind up the session. You are pleased to fill the feedback form in the Google, then you will be provided with that certificate. ബിറ്റ്കോയിൻ ട്രേഡിംഗ് സ്റ്റുഡൻസിന് നല്ലതാണ്. ലൈക്ക് നമ്മൾ ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിലും നമ്മൾ അതിന് ഒരു പ്രോപ്പർ നോളജ് നമ്മൾ അക്വയർ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ക്രിപ്റ്റോ കറൻസി ബിറ്റ്കോയിൻ ഒക്കെ പറയുന്ന പോലെ ബിറ്റ്കോയിൻ എന്ന് വെച്ചാൽ ഒരു ഹലോ ഫാത്തിമ audible ആണ്, കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പോൾ ബിറ്റ്കോയിൻ എന്ന് വെച്ചാൽ നമുക്കറിയാം 4000 ക്രിപ്റ്റോ കറൻസിയിലെ ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. സോ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 21 മില്യൺ ആണ് അതിൻ്റെ സർക്കുലേഷൻ. സോ നമ്മളെ അവൈലബിലിറ്റി ഫസ്റ്റ് ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ ആ കമ്പനിയുടെ ലോസും പ്രോഫിറ്റും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ അത് എത്രത്തോളം സർക്കുലേഷൻ ഉണ്ട്. സോ എന്തൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും അതിൽ പ്രോപ്പറായിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ബിറ്റ്കോയിനിൽ ഒബ്വിയസ്ലി ഇൻവെസ്റ്റ് ചെയ്യാം. സോ ഐ തിങ്ക് വേറെ ഡൗട്ട്സ് ഒന്നുമില്ല. ഹലോ. So let us wind up the session. So I Once think എല്ലാവർക്കും ഈ ഒരു സെഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ യുവർ കൈൻഡ് പേഷ്യൻസ്. Once again, thank you Fatima Jihan Zubair for answering those questions and for the great presentation. It was a pleasure to have you with us. So this concludes the webinar. Thank you all for attending. We hope you learned and enjoyed this presentation. Thank you. Have a nice day.